കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന അതിഥി അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പൂർ. 7 വർഷം തലശ്ശേരി ഡിസ്ട്രിക്ട് കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി, ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡറായി ജോലി ചെയ്ത ആളാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകനാണ്. അദ്ദേഹം ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 ഡസൻ 302 കേസുകൾ സെഷൻസ് കോടതികൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാണ് ഇന്നും നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പങ്കുവെക്കുന്നത് ഈ റീത്ത വധം എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പിനടുത്ത് ഒരു ഗ്രാമത്തിൽ റേഷൻ കടയിൽ പോയി വരികയായിരുന്ന ഒരു വീട്ടമ്മ. അതൊരു വിജനമായ പ്രദേശത്ത് ആ വീട്ടമ്മ കൊല്ലപ്പെടുകയാണ്. ആ വീട്ടമ്മ കൊല്ലപ്പെടുന്നു. അതിൻ്റെ പ്രതിയെ അതിസാഹസികമായി പോലീസ് കണ്ടെത്തുന്നു. ആ പ്രതിക്ക് നിയമം കേസ് കൃത്യമായി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കേസ് നടത്തി ആ പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ റീത്ത വധത്തിൻ്റെ നാൾ വഴികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇന്നത്തെ ചാർജ് ഷീറ്റ്. പ്രേക്ഷകർക്കും ഒപ്പം വിനോദ് കുമാർ ചമ്പളവനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. വക്കീലെ, ഞങ്ങൾ ഈ കൊലപാതക കേസുകൾ എപ്പോഴും കോടതിയിൽ നടക്കുന്ന വിചാരണ, സാധാരണക്കാരൻ അതിനെക്കുറിച്ചൊരു ധാരണയില്ല. നിങ്ങൾ ജഡ്ജസിൻ്റെ മുന്നിൽ നിങ്ങൾ വാദവും വാദപ്രതിവാദവും ഒക്കെ നടത്തും. ഈ ശിക്ഷ കിട്ടിയ വിവരം അല്ലെങ്കിൽ വെറുതെ വിട്ടവർ മാത്രമേ ജനം അറിയുന്നുള്ളൂ. അപ്പോൾ ഈ റീത്ത വധക്കേസിലൊരു താങ്കൾ പ്രോസിക്യൂട്ടർ ആയിരിക്കുന്ന കാലത്താണല്ലോ ആ കേസ് വരും. ഏത് ഇയറിലാണ് താങ്കൾ പ്രോസിക്യൂട്ടർ ആയിരുന്നത്? ശരിക്കും ഞാൻ 2012 ഈ കേസ് വരുന്നത്. ശരിക്കും 2011 ഞാൻ മിനിസ്ട്രിയൊക്കെ മാറിയപ്പോൾ ഞാൻ റിസൈൻ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അതായത് 2011 ജൂലൈ മാസം ഞാൻ റിസൈൻ ചെയ്ത് കത്ത് കൊടുത്തിരുന്നു. പക്ഷെ നിർഭാഗ്യം പുതിയ പ്രോസിക്യൂട്ടേഴ്സ് വരാൻ അറൗണ്ട് 1 ഇയർ എടുത്തു. അപ്പോൾ ആ പീരീഡിലാണ് ഞാൻ ഈ കേസ് നടത്തുന്നത്. ആ സമയത്താണ് കേസ് നടത്തുന്നത്. അതെ. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ കാലത്ത് കലക്ടർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും പുതിയ ആൾ വരുന്നത് വരെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ആ റെസ്പെക്ട് ചെയ്യണം ജുഡീഷ്യറി, അല്ലെങ്കിൽ കോർട്ട് വെറുതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാനത് കണ്ടിന്യൂ ചെയ്തതാണ്. റീത്ത വധം എന്ന് പറഞ്ഞാൽ ആ ഫയൽ നിങ്ങളുടെ കയ്യിലെത്തുന്നു. ഈ നിങ്ങളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മൊത്തം ഒരു 10-30 ആ കാലത്ത് നിരന്തരം എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡർ ആവുന്നത് PK വിജയം ആയിരുന്നു അതിന് മുന്നേ. അപ്പോൾ അദ്ദേഹം പോയപ്പോൾ അതിനു മുമ്പേ ഞാൻ അഡീഷണൽ ഡിസ്ട്രിക്ട് നമ്പർ 1 കോർട്ടിലായിരുന്നു. എനിക്ക് അതും പ്രിൻസിപ്പൽ സബ് കോർട്ട്, ഈ 2 കോടതിയിലും നിരവധി കേസുകളുണ്ട്. അപ്പോൾ വിജയം വക്കീലിനെ മാറ്റിയിട്ട് പുതിയ ആൾ വരുന്നതിന് പകരം എന്നെ തന്നെ അങ്ങോട്ട് മേലേക്ക് ഞാൻ അതുവരെ അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡർ ആക്കിയതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കെന്ത് ചെയ്തു, ഈ അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ടും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് കോർട്ടും അതുപോലെ പ്രിൻസിപ്പൽ സബ് കോർട്ടിൻ്റെ 3 കോടതിയുടെ ചുമതല എനിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ ഒരുപാട് പ്രോസിക്യൂട്ടേഴ്സ് ഇല്ല. അന്ന് പ്രോസിക്യൂട്ടേഴ്സ് എണ്ണം കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു ഹെവി ബേർഡൻ ആയിരുന്നു. പക്ഷേ ഈ കേസ് ഞാൻ ഓർക്കുന്നത്, നമ്മളന്ന് ഒരു തുളസിബായി എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ തലശ്ശേരിയിലും എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ജില്ലാ ജഡ്ജായിരുന്നു. വളരെ വളരെ സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരോടും സംസാരിക്കുള്ളൂ, മിതമായി സംസാരിക്കുന്നു. എല്ലാവരും നമ്മളൊരു അമ്മയെ പോലെയാണ് അവരെ കാണുന്നത്. അങ്ങനെ ഒരു കുടുംബ കോടതി. അപ്പോൾ അവരാണ് ഈ കേസിൻ്റെ വിചാരണ നടത്തുന്നത്. പിന്നെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, അവരിവിടുത്തെ റിട്ടയർമെൻറ്റ് ഇവിടെ വെച്ചായിരുന്നു. ആ റിട്ടയർമെൻറ്റിൻ്റെ ലാസ്റ്റ് തീയതിയിലാണ് ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. 2 കേസ് അന്നത്തെ ദിവസം പ്രൊനൗൺസ് ചെയ്തു. ഒന്നൊരു കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു 307 റേപ്പ്, അറ്റംപ്റ്റ് റേപ്പായിരുന്നു. ചെറിയ കുഞ്ഞിനെ ഉപദ്രവിച്ചു. ആ കേസ് അത് ഒരു 14-15 വയസ്സുള്ള ആ കുട്ടി നന്നായിട്ട് റെസിസ്റ്റ് ചെയ്തിട്ട് ഈ അറ്റാക്ക് ചെയ്യാൻ വരുന്നയാളെ അവിടെ നിന്ന് തന്നെ ഒരു കത്തിയെടുത്ത് ആ വീട്ടിൽ നിന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് അയാൾക്കും നല്ല പരിക്ക് പറ്റി, 2 ആളും ഇങ്ങനെ പരിക്ക് പറ്റി കിടക്കുന്ന ഒരവസ്ഥയിൽ ഉള്ളൊരു സിറ്റുവേഷനുള്ള കേസ്. ആ കേസ് അത് ഞാൻ തന്നെയായിരുന്നു. ആ കേസിലും ഇതുപോലെ ആ ഒരു കുട്ടിയെ ഞാൻ അത്രയും ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആ കുട്ടി നേരെ ഡിഫൻസിലേക്ക്, അപ്പോൾ തന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ ഓടി ഒരു കത്തിവാളെടുത്ത് അതെടുത്ത് പിടിച്ചു നിന്നു. പുള്ളി അടുത്ത് വരുമ്പോൾ ഓരോ പ്രാവശ്യം കൊത്താൻ നോക്കും. അങ്ങനെ പല പരിക്കേറ്റിട്ട് അവസാനം അയാൾക്ക് സീരിയസ് ആയിട്ട് പരിക്ക് പറ്റി. ഈ കുട്ടിക്കും പരിക്ക് പറ്റി. 2 പേരും 2 ഭാഗത്തായിട്ട് ചോരയിൽ മുങ്ങി കിടക്കുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ കൊണ്ടുപോകുന്നത്. അതിനും ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തു, ജീവപര്യന്തം. ഈ കേസും ഏകദേശം അവരുടെ റിട്ടയർമെന്റ് ഇവിടെ വെച്ചായിരുന്നു. തുളസിബായി. എനിക്ക് തോന്നുന്നു റിട്ടയർ ചെയ്തു. അതെ. ഇപ്പോ അവർക്ക് ശേഷമാണ് ഷെർസി ഹൈക്കോർട്ടിലേക്ക് പോയി. അവർ തുളസിബായിയുടെ ശേഷമാണ് ഷെർലി വാസുവിന്റെ സിസ്റ്റർ അല്ലേ. പിന്നെ ഹൈക്കോടതി ജഡ്ജിയായി ഉപലോകായുക്ത. ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് ട്രെയിനിൽ നിന്ന് അവരെ കണ്ടു. എന്റെ കൂടി സുഹൃത്താണ് അവര്. അപ്പൊ അവരങ്ങനെ പോയി. അപ്പൊ ഈ കേസിന്റെ കാര്യം എന്താണ്, ഈ കേസിന്റെ ഒരു കേസ് ഡയറി കയ്യിൽ കിട്ടിയാൽ അത് വായിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പം നമുക്കറിയാം ഒരു കേസ് ഡയറി എപ്പോഴും ഒരുപാട് പേജസ് ഉണ്ടാവും.
അപ്പോൾ ഈ കേസ് ഡയറി വായിച്ചിട്ട് നമ്മളതിൻ്റെ ഒരു 90% എത്തുന്ന സമയം വരെ ഈ കേസിൽ എങ്ങോട്ടാണ് അതിൻ്റെ പോക്ക് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കുമ്പോൾ അത് പോകുന്നത് ഈ മരിച്ച റീത്തയുടെ ഭർത്താവിലേക്കാണ് ആ കേസിൻ്റെ സൂചനകളെല്ലാം. അതായത് അദ്ദേഹമാണ് പ്രതി എന്ന് പറഞ്ഞിട്ട് ഒരു അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ ടേണിംഗ് പോയിന്റിലേക്ക് പുതിയ എൻട്രി വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ആലോചിക്കുന്നത്, ഇത് ഒരു ശരിക്കും ആ കേസിൽ അവനായിരുന്നു പ്രതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പ്രോസിക്യൂട്ട് ചെയ്തിട്ട് ശരിക്കും അവനെ നമ്മൾ നിയമത്തിൻ്റെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. കാരണം ആ പോലീസിനെ നമ്മൾ അന്നേരം അവിശ്വസിക്കില്ലല്ലോ. അപ്പം ആ ഒരു സിറ്റുവേഷനായിരുന്നു. എല്ലാ സാക്ഷികളും മൊഴികളും എല്ലാം പോലീസിൻ്റെ ഭാഗം മുഴുവൻ അങ്ങേ ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഞാൻ കാണുന്നത് ഇതിലൊരു റിയൽ ആയിട്ടുള്ളൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനം. ആ കേസിൻ്റെ ഡയറി പ്രത്യേകത അതെ. അതായത് ആ കേസിൻ്റെ ഓരോ നാൾ വഴി നിങ്ങൾ നോക്കിയാൽ ആദ്യം മുഴുവൻ ആൾക്കാരെ എവിഡൻസ് എല്ലാം ഈ പറയുന്ന മനുഷ്യനിലേക്ക് പോലീസ് എല്ലാവരും. ഈ കേസിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ട CD-കളിൽ ആദ്യത്തെ CD ഒക്കെ നോർമൽ സാധാരണ കാണുന്നത് പോലെ, പിന്നീട് കണ്ട അത് സദാനന്ദനാണ് ആ കേസിൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അവിടെ വരുന്നത്. അപ്പോൾ സാധാരണ കാണുന്നതിൽ നിന്നും വളരെ വിപരീതമായിട്ട് അദ്ദേഹം ആ നാട്ടിലുള്ള ചില നോട്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെ ASP ആണോ SP ആണോ എന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ എപ്പോഴും പീരിയോഡിക്കലായിട്ട് ഇവർ വെരിഫൈ ചെയ്തിട്ട് നോട്ട്സ് ഉണ്ട്. ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ഇതിനെ സംബന്ധിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം, സ്ത്രീകൾക്കെതിരെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില കുറിപ്പുകളുണ്ട്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഞാൻ നോക്കുന്നത് സ്പെഷ്യലായിട്ട് വനിതകളെ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വനിതാ പോലീസ്. അന്ന് വനിതാ പോലീസ് ഇത്രയധികം ഇല്ല. അപ്പോൾ വനിതാ പോലീസിനെ കണ്ടെത്തി അവരെന്ത് ചെയ്യുന്നു, അവിടെയുള്ള ആ പ്രദേശം ഒരു ചെറിയ പ്രദേശമാണ്, കുന്നും മലയും ഒക്കെ ഉള്ളൊരു നല്ലൊരു നാട്ടുകാർ വളരെ വിസിറ്റ് ചെയ്തിരുന്നു. സ്ഥലത്ത് പോയി ഭൂപ്രകൃതിയൊക്കെ വളരെ എന്താ വെച്ചാൽ കുന്നും മലയും ചില മണ്ണുകളും ഒരു ചെറിയ നാടൻ റോഡുകൾ, മണ്ണ് റോഡുകൾ, അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. ഈ റേഷൻ ഷോപ്പ് ആകെയുള്ളൊരു 1-2 കടകൾ, അങ്ങനെ നാട്ടിലുള്ളൊരു പ്രദേശം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ സിറ്റുവേഷൻ ഇങ്ങനെ വന്നൊരു ടീമിനെ ഒന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അവർ വളരെ ഈ സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർ പലതും തുറന്നു പറയും. അപ്പോൾ അങ്ങനെയാണ് പലരും അതിൽ, എനിക്ക് തോന്നുന്നു അന്നത്തെ എല്ലാവരെയും ഞാൻ വിസ്തരിച്ചിട്ടില്ല, 6, 7, 8, 9 സാക്ഷികളെ മുഴുവനും ഇദ്ദേഹം ഇങ്ങനെ ഈ നമ്മളെ വൃത്തികെട്ട പ്രസിദ്ധീകരണങ്ങളുണ്ടാവും, അതായത് അന്നത്തെ പ്രതി ഇതിങ്ങനെ സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണെന്നും, ഈ പലരുടെയും ഈ കുളിമുറികളിലേക്ക് എത്തി നോക്കുക, ചില കുട്ടികളെ വഴി കണ്ട ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ മോശമായിട്ട് കമൻസ് പറയുക. അപ്പം അങ്ങനെ എവിഡൻസ് 1-2 സ്ഥലത്തു നിന്നും ഒരു വ്യക്തിയെ തന്നെ അവരൊക്കെ പോയിന്റ് ചെയ്യുന്നത് ഈ വ്യക്തിയാണ്. അപ്പോൾ അതൊരു ടേണിംഗ് ആയിട്ടുള്ള അവിടെ കിടന്നു. അപ്പോൾ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നേരെ കാണാതെ ഈ ഫോൺ അത്ര യൂസ്ഡ് അല്ല അന്ന്, പക്ഷേ ഇൻഡിവിജ്വലിനെ ഓരോ ദിവസവും 5-10 ആൾക്കാർ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുവരും, എന്നിട്ട് ചോദിക്കും. അപ്പോൾ അത് സാധാരണ നമ്മളത് ഇത്രയും സ്ട്രെസ്സുള്ളൊരു പണി എടുക്കില്ല, എല്ലാവരും വിളിച്ചുകൊണ്ടുവരും. നാട്ടിൽ എനിക്ക് തോന്നുന്നു അവിടെയുള്ളൊരു പ്രദേശത്ത് 600 ആളുണ്ടെങ്കിൽ അതിനൊരു 50% ആളെയും ഇവിടെ വിളിച്ചു വരുത്തി പോലീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ CD അങ്ങനെയാണ്. ആ CD എനിക്ക് തോന്നുന്നു ഈ കേസ് ഡയറി പിന്നീട് ഇവർ അക്കാഡമിയിലൊക്കെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്ന് ഞാൻ അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ CD-യിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തതും ആ CD-യിൽ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ്സ് പിന്നീട് ഈ പോലീസിൻ്റെ ഒരു പഠന വിഷയമാക്കിയിട്ടുണ്ടത്, അതിൻ്റെ അകത്ത് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആൾക്കാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അതിനിടയിലാണ് ഈ വനിതാ പോലീസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് റിപ്പോർട്ട് വരുന്നത്, ഈ മനുഷ്യ അനീഷിനെതിരെ ഇങ്ങനെ ചില ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അനീഷിനെ ഒരു ദിവസം ആക്സിഡൻ്റലി ഒന്ന് അവിടെ കൊണ്ടുവരുവാണ്, പോലീസ് സ്റ്റേഷനിൽ വരാൻ വരുന്നു. വന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരിശോധിച്ചു, പേഴ്സ് എടുത്തവരാണ് അദ്ദേഹം പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ലൂർദ് ആശുപത്രിയുണ്ട് തളിപ്പറമ്പിലുള്ള, അവിടെ അദ്ദേഹം ഇതേ ദിവസം ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. എന്തിനാ കാണിച്ചതെന്ന്, നമ്മളെ ചെറുനാവുണ്ടല്ലോ, ഈ ചെറുനാവിൻ്റെ ആ ഭാഗത്ത് ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ആ ഇഞ്ചുറി കണ്ടു. അപ്പോൾ ഇവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു അതവൻ്റെ ബ്രദർ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ ആക്സിഡൻ്റലി തട്ടിയത് കൊണ്ട് പറ്റിയതാണെന്ന്. അപ്പോൾ അത് പോലീസിന് വിശ്വാസമായില്ല, അവർ പോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു
അത് ഒന്നുകിൽ നല്ല ഫോഴ്സ്ഫുള്ളി ആയിട്ട് എന്തെങ്കിലും കമ്പോ വായിലോ എവിടെയും വീണിട്ട് അങ്ങനെ കയറണം, അല്ലെങ്കിൽ ആരെങ്കിലും നഖം കയറണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവനെ നല്ല തറുവായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ പിടിവലിയിൽ ഈ സ്ത്രീയുടെ വിരൽ വായിലേക്ക് കയറിയിട്ട് നഖത്തിൽ പോറലേറ്റതാണ്. അതാണ് അവിടെ ടേണിംഗ് പോയിന്റ് ആ കേസിൽ. ആ സംഗതി അപ്പോൾ ലൂർദ് ആസ്പത്രിയിൽ പോയി അത് സീസ് ചെയ്തു. ആ റിക്കവറി കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഇവൻ എപ്പോൾ ഡിനൈ ചെയ്തു, പിന്നെ ഡിനൈ ചെയ്തു. നല്ല ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ക്രോസ് എക്സാമിനേഷൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ചെയ്യലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിരുന്നു ഈ ക്വസ്റ്റ്യനിങ്. പക്ഷേ ക്വസ്റ്റ്യനിങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സംശയമുണ്ട്, ചില പോർഷൻസ് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതായത് എന്തായാലും അവന് സാധാരണ രീതിയിൽ അവൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പം അല്പം ഒരു തേർഡ് ഡിഗ്രി പോലീസ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്നില്ല. പക്ഷെ ആ സീഡി മുഴുവനും വിഷ്വൽസ് അവർ റെക്കോർഡ് ചെയ്തിരുന്നു, ഈ ക്വസ്റ്റ്യൻ ചെയ്തത് മുഴുവനും. അപ്പം അതൊരു പ്രത്യേകതയാണ്. അതായത് ആ കാലത്ത് നമ്മൾ ഈ മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്ത കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കേസ് ഡയറിയും കൂടിയാണ് ഇത് ആ കാലത്ത്. അതായത് കാരണം എന്ന് പറഞ്ഞാൽ ഈ സദാനന്ദൻ അന്ന് ഈ സൈബർ ഫോറൻസിക് പോലീസിങ്ങിന് കുറച്ച് താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്, അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഈ പ്രതികളെ ഫുൾ ഫോട്ടോസും കേരളത്തിലുള്ള കള്ളന്മാരുടെ ഫോട്ടോസൊക്കെ വെച്ച് നടക്കുന്ന ഒരു കാലം. അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തു. ഇവൻ സമ്മതിക്കുന്നില്ല, ഇവൻ അത് പിന്നെയും അതിൽ തന്നെ ഉറച്ചു നിന്നു. രണ്ടാമത് ഉണ്ടാവുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ അന്ന് തന്നെ അത് ചെറിയതായി ഇല്ലീഗലായിട്ടുള്ളൊരു ചെറിയതാണോ ലീഗലാണോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഇതിനപ്പുറത്തുള്ള വക്കീൽ എനിക്ക് തോന്നുന്നു നമ്മളെ നിക്കോളസ് ജോസഫ് ആയിരുന്നു പ്രതിവാദത്തിന്. നിക്കോളസ് അപ്പോൾ നിക്കോളസ് ആണെങ്കിൽ നന്നായിട്ട് കേസ് നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇഞ്ചിനും നമ്മളെ ഫൈറ്റാണ്. അപ്പോൾ അന്നുണ്ടായിരുന്നത് ഈ റിക്കവറി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഹെയർ കോംബ് ചെയ്തിട്ട് എടുത്തിരുന്നു. അപ്പോൾ അവിടെ ഒരു ലീഗൽ ഇഷ്യൂ വന്നത് ഇങ്ങനെ ഇയാളുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിറ്റ്നസ് ഒന്നും ഇല്ലാണ്ട്, ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് ഉണ്ട്, പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇദ്ദേഹം എടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വലിയ വാദപ്രതിവാദങ്ങൾ വന്നിരുന്നു. പക്ഷെ അത് നമ്മൾ സുപ്രീം കോടതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് അത് തെറ്റില്ല, അത് അത്യാവശ്യ ഘട്ടത്തിൽ പോലീസിന് ചെയ്യുന്നത് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അത് ഒരു ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കോർട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ ഈ കോംബ് ചെയ്തിട്ട് ഇവൻ്റെ കിട്ടിയ മുടി അന്ന് തന്നെ ഫോറൻസിക്കിലേക്ക് അയച്ചു. ഈ ഒരു കാര്യം എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഈ സ്ത്രീ മരിച്ചപ്പോൾ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ അവരെ കയ്യിൽ കുറച്ച് ഹെയർ ഉണ്ടായിരുന്നു കയ്യിൽ. പക്ഷേ ചെറിയ നമ്മൾ കാണുന്ന പോലെ അല്ല, അത് പിടിച്ചെടുക്കുന്നവരെ കുറച്ച് ഊരി വന്ന് കുറേ ഹെയർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഈ സയൻറ്റിഫിക് എവിഡൻസ് ഇത് രണ്ടും കൂടി അയച്ചു പരിശോധനയ്ക്ക്. അപ്പോൾ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ സത്യം എപ്പോഴും അധികം ഒളിച്ചു നിൽക്കില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഹെയറും ഈ അന്നെടുത്ത ഇവൻ്റെ കോംബ് ചെയ്ത് എടുത്ത ഹെയറും സെവറൽ ഹെയർ അതിൽ മാച്ച് ചെയ്തു. അതാണ് എല്ലാവർക്കും, ഇപ്പോൾ പ്രോസിക്യൂഷനായാലും ശരി ജഡ്ജിനായാലും ശരി, ഈ ഒരു എവിഡൻസ് അങ്ങനെ ഡിസ്കാർഡ് ചെയ്ത് പോകാൻ കോർട്ടിന് പറ്റില്ല. അത്രയൊരു സയൻറ്റിഫിക് എവിഡൻസ് വളരെ സ്ട്രോങ് ആയിട്ട് അന്നേരമാണ് അവരെ വാദം അവരെടുത്തത്. ഇത് എടുത്ത ശരിയല്ല, ഇതെടുത്ത രീതി ശരിയല്ല, ഇദ്ദേഹത്തിന് അന്ന് എടുത്തിട്ടില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷേ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിറ്റ്നസ്, ആ നാട്ടിലെ വിറ്റ്നസ്സും കൂടിയും സാക്ഷിയായിരുന്നു ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ. പിന്നെ രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ പേഴ്സ് ഈ സ്ഥലത്ത് വെച്ചിട്ട് അന്ന് കിട്ടിയില്ല, അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. പിന്നീട് ഒരു കൺഫെഷൻ വെച്ചിട്ട് നോക്കും ഈ അവിടെ നിന്ന് ഈ പരിസരത്ത് അവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അവിടെ സെർച്ച് ചെയ്ത് ഇവനെയും കൊണ്ട് പോയപ്പോൾ ഇവൻ്റെ പേഴ്സും അതെ ഷീട്ട് അത് കിട്ടി. അത് ആ പേഴ്സിന് പുറമെ ഇവൻ്റെ അന്ന് എടുത്തൊരു പേഴ്സും കൂടി കിട്ടി. അങ്ങനെ ആ രണ്ട് പേഴ്സ് ഉണ്ട്. അപ്പോൾ അതും കൂടി കിട്ടിയപ്പോൾ പിന്നെയും കൂടി കുറച്ചും കൂടി ഇവനിലേക്ക് തന്നെ കാര്യങ്ങൾ അടുത്തു തുടങ്ങി. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വിസ്തരിക്കുന്ന സമയത്ത് ഈ സയൻറ്റിഫിക് എവിഡൻസ് ഒരു ഭാഗത്തുണ്ട്, പിന്നെ നമുക്ക് ഈ മെഡിക്കൽ ആശുപത്രിയിലെ എവിഡൻസ് ഉണ്ട്, പിന്നെ നമ്മൾ ഈ കല്ല് ഇവൻ തന്നെ 27 റിക്കവറി ഇവൻ തന്നെ കൺഫെഷൻ ചെയ്തു കല്ലവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കല്ലവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കല്ല് നേരെ കൊണ്ടുപോയിട്ട് ഇവൻ എടുത്ത് തരികയും ആ കല്ല് പരിശോധന കഴിച്ചപ്പോൾ അതിലും ബ്ലഡ് ഈ സ്ത്രീയുടെ അതേ ഗ്രൂപ്പ് ബ്ലഡ് അതിലും ഉണ്ടായി. അപ്പോൾ അതും ഒരു ലിങ്കാണ്. ഇതിന് കണ്ട സാക്ഷികളില്ലാതെ കൊണ്ട് തന്നെ നമ്മളെ ലീഗലായിട്ടുള്ള പറയുമ്പോൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ്, സാഹചര്യ തെളിവുകളാണ്. ഈ സാഹചര്യ തെളിവ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കേസ് തെളിയിക്കാൻ, ഐ വിറ്റ്നസ് ഇല്ല. അപ്പോൾ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്താൽ ഈ സ്ത്രീ അന്ന് റേഷൻ ഷോപ്പിൽ പോയിട്ട്
അരിയുമായിട്ട് വാങ്ങിച്ച് തിരിച്ചു വരുന്നു. അരിക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ 8:30 മണിക്ക് ഇയാളുടെ സാന്നിധ്യം ഈ പരിസരത്തുണ്ട്. രാവിലെയാണോ രാത്രി? ഇത് രാവിലെ 8:30 മണിക്ക് പോകുന്നു. ഈ 8:30 മണിക്ക് എന്താ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ അവിടെ ഒന്നൊരു പ്ലാവ് മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എനിക്ക് തോന്നുന്നു കേസിൽ നമ്മൾ 6ാം സാക്ഷിയായിട്ട് വിസ്തരിച്ചൊരു PW6 ആയിട്ട് വിസ്തരിച്ച ഒരാൾ മരം മുറിക്കുന്നതിന് അയാളും അവിടെ വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്ത്രീ പോയതിന് ശേഷം ഇവൻ കുറച്ച് സമയം അവിടെ അവരുടെ കൂടെ ഈ മരം മുറിക്കുന്നതിനും അതൊരു സ്റ്റേ വയർ നീക്കുന്നതിനൊക്കെ അവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിവൻ്റെ സാന്നിധ്യം ഈ പറയുന്ന സംഭവ സ്ഥലത്തു നിന്നും 50 60 മീറ്റർ 70 മീറ്റർ ദൂരെ ഇവൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ ഈ റോഡിലെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അതിനെ എനിക്കൊന്ന് 5ാമത്തെ സാക്ഷിയായിട്ട് വിസ്തരിച്ചതാണ്. ആ 5ാമത്തെ സാക്ഷി വരുമ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തുനിന്ന് സാധാരണയായിട്ട് ഇവിടെ ഒരു ചെറിയ മണ്ണിൻ്റെ റോഡാണ്. പിന്നെ ഇവിടെ ഈ കുറേ കാട് പിടിച്ചിരിക്കുന്ന കശുവണ്ടിയും മറ്റങ്ങനെ വളർന്നു കിടക്കുന്ന ഒരു കാടാണ്. അപ്പോൾ ആ കാടിൻ്റെ ഭാഗത്ത് നിന്ന് ഇവരിങ്ങോട്ട് വരുന്നത് അവൻ പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു പോകുന്നത് ഈ 5ാമതായിട്ട് വിസ്തരിച്ച സാക്ഷി കണ്ടു. അപ്പോൾ അവനത് കോർട്ടിൽ വന്ന് പറഞ്ഞു, ഈ പറയുന്ന ആളെ ഞാൻ ആ സമയം, അതായത് അന്ന് ഏകദേശം ഒരു 9:30 10 മണിയോട് കൂടിയിട്ട് ആ പരിസരത്ത് കണ്ടു. പിന്നെ മരം മുറിക്കുന്ന ആൾ അവിടെ കണ്ടു. ഇതിന് പുറമെ ഈ സാഹചര്യം വന്നപ്പോൾ ഇവൻ്റെ ആ ദിവസം പർട്ടിക്കുലർ ഡേയിൽ ഇവൻ്റെ മുറിവ്, പിന്നെ ആ സ്ത്രീയുടെ നെയിലിൽ നിന്നും ഈ നെയിൽ ക്ലിപ്പിങ് ഇതിൽ, അതായത് ഈ ശരീരത്തിൻ്റെ ഈ പോർഷൻസ് കണ്ടെത്താൻ അത് കളക്ട് ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. അതായത് നോർമലി നഖത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ഇയാളുടെ ബോഡിയുടെ പാർട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു DNA പോലെയുള്ള നല്ല ടെസ്റ്റ് നടത്തിയാൽ അത് കണ്ടുപിടിക്കാം. പക്ഷെ ആ ടെസ്റ്റ് വേണ്ട വിധത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് അതിലേക്കൊരു വേണ്ട ശ്രദ്ധ കൊടുത്തോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ നെയിലിൽ നിന്ന് തന്നെ കിട്ടും, നെയിൽ ക്ലിപ്പിൽ നിന്ന് കിട്ടും. പക്ഷെ അതിൻ്റെ അകത്ത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്ന് ആ മരം മുറിക്കുന്ന ആൾക്കാരുടെ തെളിവ്, 2 ഇവിടെ അങ്ങോട്ട് കയറി വരുന്ന ആൾക്കാരുടെ തെളിവ്, പിന്നെ ഈ പറയുന്ന സാഹചര്യങ്ങൾ, ഒന്ന് നമ്മൾ അന്ന് ഇയാളുടെ ഇഞ്ചുറി, 2 ഇയാളുടെ കൺഫെഷൻ പ്രകാരം ഇയാളുടെ ഡ്രസ്സ് എടുക്കുന്നു, ഡ്രസ്സിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്. പിന്നെ ഇയാളെ കൺഫെഷൻ പ്രകാരം കല്ലെടുക്കുന്നു, കല്ലിലും ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ വിസ്തരിച്ച ആ പ്രദേശത്തുള്ള സാക്ഷികൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതുപോലെയുള്ള ഒരു എന്താ പറയുക സ്വഭാവത്തിൻ്റെ മേലെ ഒരു സ്ത്രീകളോടുള്ള അവനെ ഇതിങ്ങനെ വായിക്കുന്നത്, ഒന്ന് പലതും ഇവൻ ഈ ഒളിച്ചിട്ട് വീടുകളിൽ രാത്രി കുളിക്കുന്ന നോക്കും. രണ്ടാമത് ഇവൻ എപ്പോഴും ഇതിനഡിക്റ്റാ. ഈ പുസ്തകം ഇവന്റെ സ്റ്റോക്ക്, അശ്ലീല പുസ്തകങ്ങൾ അത് റിക്കവർ ചെയ്തിട്ടുണ്ട്, അശ്ലീല പുസ്തകമുണ്ട്. അപ്പോൾ അതിലും നമ്മൾ ഒരു സാധാരണ ഒരു കോടതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ബാഡ് ക്യാരക്ടർ എന്ന് പറയുന്ന പ്രതിയുടെ മോശം സ്വഭാവം ശിക്ഷ കൺവിക്ഷൻ പറയുന്ന സമയത്താണ് സാധാരണ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇയാൾ മോശമായതുകൊണ്ട് ഈ കുറ്റം ചെയ്തു എന്ന് ഒരു തെളിവ് കൊടുക്കാൻ നോർമലി അനുവദിക്കില്ല. അതായത് ബാഡ് ക്യാരക്ടർ ഒരു സ്റ്റേജ്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അതിനെ ഒരു ശ്രമം നടത്തി ഈ പറയുന്ന ആളെ വിസ്തരിക്കുമ്പോൾ നിക്കോളസ് വക്കീൽ ഭയങ്കര എതിർപ്പായിരുന്നു. അതായത് ഒരിക്കലും അത് വിസ്തരിക്കാൻ പറ്റില്ല, അത് എവിഡൻസ് ശരിയല്ല. പക്ഷെ അത് നല്ല 2 പേരും അങ്ങോട്ട് ഒരുപാട് വാദങ്ങൾക്ക് നടത്തി ചില ജഡ്ജ്മെൻറ്റ്സൊക്കെ പരിശോധിച്ചപ്പോൾ കോർട്ട് നമ്മൾ പെർമിറ്റ് ചെയ്തു. അതായത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഈ സാഹചര്യ തെളിവിൽ ഇത് വൺ ഓഫ് ദ ഒരു സാഹചര്യം അങ്ങനെയാണെന്ന് കണ്ടിട്ട് ഒരു സാഹചര്യമാണ് ഇതും, അതുകൊണ്ട് ഇതിൽ വിസ്തരിക്കാമെന്ന് പറഞ്ഞതും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സംശയാതീതമായിട്ട് ഈ പറയുന്ന മനുഷ്യൻ അവിടെ ഒരു ഇന്നസെൻ്റ് അല്ല, അവൻ ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ പോകുന്ന ഒരാളാണെന്ന് കോർട്ടിന് തിരിച്ചറിയാൻ പറ്റി, ബോധ്യപ്പെട്ടു. ഈ സ്ത്രീയുടെ ബോഡി എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്? കൊലപാതകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയെ റേപ്പ് ചെയ്യണമെന്നാണ് ഇവര് വീട്ടിൽ നിന്ന് അതായത് അരി വാങ്ങിച്ചിട്ട് ഇവരെ വീട് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൽ നിന്നും പിന്നെ ഒരു 100 മീറ്റർ 150 മീറ്റർ നടക്കണം. അതായത് 18/10/2012 ഈ ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പൊ അന്ന് രാവിലെ ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, അവനൊരു പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനൊരു PSC എന്തോ പരീക്ഷയുണ്ട്, അവൻ കണ്ണൂരേക്ക് പോന്നു. ഈ സ്ത്രീ നേരെ പിന്നെ ഷോപ്പിൽ പോയിട്ട്, കുട്ടികളുണ്ട്, ഷോപ്പിലേക്ക് പോയി. പിന്നെ മാത്രമല്ല ഇവർ തമ്മിൽ ചെറിയ സ്വാരസ്യങ്ങളൊക്കെ ഉള്ള ഭാര്യയും ഭർത്താവും, അങ്ങനെയൊക്കെ ആ കാലത്തും ചില പള്ളിയിലോ മീഡിയേഷനൊക്കെ നടത്തിയിട്ട് നേരെയാക്കിയിട്ട് പോയി എന്നൊക്കെയുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയിലേക്ക് പലപ്പോഴും അപ്പൊ അവിടെയാണ് ഈ പറയുന്ന ആള് അന്ന് പരീക്ഷയ്ക്ക് പോയി. പിന്നെ ഇവരെന്ത് ചെയ്യുന്നു, സാധാരണ ഈ റേഷൻ കടയിൽ പോയിട്ട് തിരിച്ചു വന്നാൽ അവരെന്നും പ്രേയറിന് പോകുന്ന ആളാണ്. അപ്പോൾ ഈ വീട്ടിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ താക്കോൽ ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ 2 പേർക്ക്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ബാക്കി മക്കളൊക്കെ സ്കൂള്, അപ്പോൾ അവർക്കറിയാം എവിടെയാണ് വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന സ്ഥലത്ത് ഇവൻ ഉച്ചക്ക് വന്നപ്പോൾ ഈ കാണുന്നില്ല. അപ്പോൾ നോർമലി പ്രേയറിന് പോയാലും തിരിച്ചു വരേണ്ട സമയമായി. അപ്പോൾ അന്ന് മുഴുവനും ഈ നാട് മുഴുവനും എല്ലാവരും പരതി
പിന്നെ പള്ളിയിൽ എന്ത് ചെയ്തു, കൂട്ടായ പ്രാർത്ഥനയുള്ള സ്ഥലത്തും അവിടെയും പോയി, അവരും എല്ലാം ഇറങ്ങി പരതി. പക്ഷെ അന്ന് കാണുന്നില്ല. കണ്ടുപിടിക്കാൻ റേഷൻ കടയിൽ റേഷൻ റേഷൻ വാങ്ങിച്ചു എന്നുള്ളത് കൺഫേംഡ് ആണ്. കൺഫേം ആണ്. റേഷൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ ചെറിയൊരു പ്രദേശമാണെങ്കിലും ഈ പറയുന്ന എവിടെ പോയി എന്നുള്ളത്. പിന്നെ ഇവരെ ബന്ധു വീട്ടിൽ പല ദൂരെയുള്ള സ്ഥലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവർ പോകുന്ന ബസ് അങ്ങനെയൊക്കെ നോക്കി, അപ്പോൾ എവിടെയും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിൽ നിന്നുള്ള ആൻസർ വളരെ മോശമാണ്. നാളെ ഒരു കാര്യം ചെയ്യും, ഒരു പാസ്പോർട്ട് ഫോട്ടോ ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം, ഇന്ന് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ് അവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരും പരതാൻ തുടങ്ങിയപ്പോൾ ഈ മണ്ണിൻ്റെ റോഡിൽ നിന്നും കുറച്ച് മാറി അരിയുടെ കുറച്ച് പീസസ്, അരി ഇങ്ങനെ വെതറി കിടക്കുന്നു അവിടെയായിട്ട്. അങ്ങനെ അരിയെ ഫോക്കസ് ചെയ്ത് പോയപ്പോഴാണ് ഈ അത് സഞ്ചിയിലെ അരിയും പിന്നെ അവിടെ കിടക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ നല്ല കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള സ്ത്രീയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവിടുന്ന് പിടിച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇവന് അതായത് വലിച്ചു കൊണ്ടുപോകുക എന്ന് വെച്ചാൽ കാലിൽ മാത്രമാണ് ഈ മണ്ണും മറ്റേ ഉള്ളൂ, വേറെ ശരീരത്തിൽ അങ്ങനെ വലിച്ചു കൊണ്ടുപോയതല്ല. അവൻ പൊക്കി എടുത്തിട്ട് കൊണ്ടുപോകുന്ന പോലെ അവൻ കയറിയിട്ട് പിന്നെ ചെറിയൊരു നമ്മൾ പറയില്ല നാട്ടിൽ ഊരുകണ്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു വഴിയുണ്ട്, ചെറിയൊരു ഇടവഴി, അതിലേം കൂടി വലിച്ചു കയറ്റി അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. അത് നേരെ അതിന് മേലെ ഒരു ചെറിയ ഉയർന്ന സ്ഥലം കഴിഞ്ഞാൽ മണ്ണിന്റെ തിട്ട കഴിഞ്ഞാൽ താഴെ ഒരു ചെറിയൊരു മറവുള്ള ഒരു സ്ഥലമുണ്ട്. കല്ലുവെട്ടാൻകുഴിയല്ല, മണ്ണ് തന്നെ, പക്ഷെ പുല്ലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ വെച്ച് ഇവൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഉടുപ്പ് കംപ്ലീറ്റ് നെയ്ക്കഡാക്കി പിടിച്ചു വലിച്ചെല്ലാം കീറി. അങ്ങനെ കീറിയിട്ട് റേപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ശരിക്കും ഈ മെൻസ്ട്രൽ പീരീഡ് ആയിരുന്നു ഈ സ്ത്രീയുടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ എന്തോന്നറിയില്ല, ഇവന് പിന്നെ അതിലേക്ക് ചെയ്യാൻ ഉള്ള ഒരു പീരീഡ്സ് ആയതുകൊണ്ട് അവൻ അപ്പാടനെ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോഴത്തേക്കും സ്ത്രീ മരിച്ചു. അല്ല ഇവനെ കയറ്റി കൊണ്ടുപോകും തന്നെ ഇവള് ഭയങ്കര റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു, ഞാൻ അപ്പം തന്നെ അവിടെയുള്ള ഒരു കല്ലെടുത്തിട്ട് നേരെ മുഖത്തും തലക്കും ഇടിച്ചു. അപ്പം തന്നെ ഏകദേശം ആ സ്ത്രീ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലുള്ള സ്ത്രീയാണ് റേപ്പ് ചെയ്യാൻ ഇദ്ദേഹം ശ്രമിച്ചത്. അപ്പം ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തു, പിന്നെ റെസിസ്റ്റൻസ് ഇല്ല, ആ സ്ത്രീ ഏകദേശം കുഴഞ്ഞു, ഇങ്ങനെ ബ്ലഡൊക്കെ യൂസ് ചെയ്തിട്ട് നിൽക്കുന്ന അവസ്ഥ. എന്നിട്ട് അവൻ ശ്രമിച്ചു. അതാണ് ഞങ്ങൾ അവനെ ശരിക്കും ഒരു അറ്റംപ്റ്റ് ടു റേപ്പിലേ ഉള്ളൂ, റേപ്പ് ശരിക്കും ഒരു ഇന്റർകോഴ്സിലേക്ക് പോയിട്ടില്ല. 376 511 വിത്ത് റെഡ് വിത്ത് അത് അറ്റംപ്റ്റാണ്. അപ്പോൾ ശരിക്കും എൻ്റെ ശ്രമമാണ്. അപ്പോൾ അത് രണ്ടും ശിക്ഷയുണ്ട്. പക്ഷേ ഈ ഒരു മാനസികാവസ്ഥയാണ്, അതായത് ഒരാളെ കൊലപാതകം നടത്തിയിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പോലും റേപ്പ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു അവൻ്റെത്. പക്ഷേ നാട്ടുകാരുടെ അന്വേഷണത്തിൽ ഏത് അവസ്ഥയിലായി ബോഡി കാണും? അപ്പോൾ ഈ ഇങ്ങനെയുള്ള നേക്കഡായിട്ട് കിടക്കുന്ന അവസ്ഥയില്ല. അതായത് പിറ്റേ ദിവസം രാവിലെ, അതായത് അന്ന് രാവിലെ ഒരു 9:30-10 മണിക്ക് ഈ സംഭവം ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് ഡേ ഏകദേശം ഇതേ സമയത്താണ് ഈ റിക്കവറി ചെയ്യുന്നത്. അപ്പോൾ ഫുൾ നേക്കഡായിട്ട് കിടക്കുക. അവൻ അവിടെ തന്നെ ഇട്ടേച്ച് പോയത് എന്തുകൊണ്ടാവും? വേറെ അങ്ങോട്ട് മാറ്റിയിടാൻ? അല്ല, അവൻ അപ്പം തന്നെ അത് അവിടുന്ന് പുറത്തുനിന്ന് കാണൂല, അതാ വേറെ കാര്യം. അതായത് ആ വഴിയിലെ പോകുന്ന ആൾക്കും നേരെ എങ്ങനെ പോകുന്ന തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ചെറിയൊരു പൊന്തയാണ്, കുറച്ച് ഹൈറ്റിൽ. ഞാൻ സൈറ്റ് വിസിറ്റ് ചെയ്തിരുന്നു. ആ സൈറ്റിൽ ഞാനും സദാനന്ദനും കൂടി തന്നെയാണ് ഞങ്ങൾ പോയി. അത് അവിടെ കുറേ സമയം ചിലവഴിച്ചു. ആ സമയവും അതുപോലെ വിറ്റ്നസിൻ്റെ വീടുകൾ, ഇവരെ വീടുകൾ എല്ലാം നമ്മൾ പോയി കണ്ടു, നോക്കിയതാണ്. അപ്പോൾ അവിടെ ഈ ഒരു അറ്റംപ്റ്റും പിന്നെ കോടതി അതിന് ജഡ്ജ്മെൻറ്റിലൊക്കെ പറയുന്നുണ്ട്, ഒരു മാനസികാവസ്ഥ അവന് എന്തായാലും അവനൊരു സെക്ഷുവലായിട്ടുള്ള അവൻ്റെ ഒരു അല്ലെങ്കിൽ ലൈംഗിക ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരാൾ മരിച്ചാലും സാരമില്ല, എന്നിട്ടും ഈ അത്രയും ക്രൂവലായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു. നാട്ടുകാർ കണ്ടെത്തി ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു. അന്ന് തന്നെ ഇൻക്വസ്റ്റ് ചെയ്തു. ആ ഇൻക്വസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹെയർ ഒക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് അന്ന് തന്നെ കയ്യിൽ കിട്ടും. പിന്നെ അന്വേഷണം ഭർത്താവിലേക്ക് എങ്ങനെ പോകും? ഭർത്താവിൽ എന്ന് പറഞ്ഞാൽ അല്ല, അവിടെയാണെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള എല്ലാ സാക്ഷികളുടെയും നമ്മൾ നോക്കും, എല്ലാ മൊഴിയും ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുന്നു, ഇവർ തമ്മിൽ ചിലപ്പോൾ ആ തല്ലുകൂടാറുണ്ട്, ഇങ്ങനെയുള്ള മൊഴികളിലേക്ക് പോകുന്നു. പക്ഷെ വേറെ ആരെയും ഈ നാട്ടുംപുറത്ത് സംശയിക്കാനില്ലായിരുന്നു. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അവൻ്റെ പരീക്ഷ എഴുതിയിട്ട് അവൻ എന്തോ അന്ന് ആ പരീക്ഷ അവൻ എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ പരീക്ഷ എന്ന് പറഞ്ഞ് പോയിട്ടില്ല, അവനത് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരീക്ഷ എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ അവനെതിരായിട്ടുള്ള കുറേ തെളിവുകൾ അവിടെ വന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എല്ലാ സാക്ഷികളും തൊട്ടടുത്തുള്ള ആളെല്ലാവരും ഇവനെതിരെ തെളിവ് കൊടുത്തു. ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്, ഇവനായിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുക, എന്നിട്ട് ഇവൻ ഇത് ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ്. ആ ഒരു തരത്തിലേക്ക് തെളിവ് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് അവനെ കസ്റ്റഡിയിലെടുത്തു പോലീസ്. കസ്റ്റഡിയിൽ 3-4 പ്രാവശ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചോദ്യം ചെയ്തു. നന്നായിട്ട് തന്നെ അവനോടുത്ത് വളരെ വളരെ എന്താ പറയുക, അവനെയും കുറ്റം ചെയ്തു എന്നുള്ളൊരു
ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു പോലീസിന്റെ നീക്കം. എപ്പോഴാണ് പോലീസിന് ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്? ഇതെനിക്ക് തോന്നുന്നു ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം 4 മാസത്തോളം ഇതിൻ്റെ ഇതേ അവസ്ഥയാണ്. പക്ഷെ എന്നാലും പോലീസിന് ഇവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവനെ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതിനുള്ള തെളിവ് ഒരു തെളിവും കാണുന്നില്ല. ഒരു സാഹചര്യ തെളിവ്, അതായത് ഇവൻ്റെ ബ്ലഡ്, ഇവൻ്റെ ഡ്രസ്സ് പരിശോധിച്ചു, ഇവൻ്റെ എല്ലാ വസ്ത്രങ്ങളും കൊണ്ടുപോയി, എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി. അതെ, അന്ന് നമ്മൾ അത് നല്ലതാ, അത് വളരെ അല്ലെങ്കിലൊന്നും ഒന്നും ആലോചിക്കാണ്ട് അവനെ പ്രതിയാക്കാമായിരുന്നു. പക്ഷെ ഇവൻ്റെ ഡ്രസ്സ് കൊണ്ടുപോയി, ഇവന്റെ മൂവ്മെന്റ് പോയി. അപ്പോൾ ഇവൻ എന്തായാലും അവിടെ പോയിട്ടുണ്ട്, പരീക്ഷാ ഹാളിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ തെളിവ് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമയത്ത് ഇവൻ ഇവിടെ ഇല്ല എന്നുള്ളതിന് ഒരു ഫൈൻഡിങ്സിൽ അവിടെ കടത്തു. എന്നാലും ഇവൻ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് ഇത് വെറുതെ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ചെയ്തതാണോ, ഈ സമയം പോലും അറിഞ്ഞൂടല്ലോ, എത്ര മണിക്കാണ് ചെയ്തതെന്ന് അറിയില്ല അന്നേരം. പിന്നെ ഗോപാലകൃഷ്ണൻ പിള്ളയാണ് ഇതിൻ്റെ അകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പിള്ളയുടെ എവിഡൻസ് വന്നപ്പോൾ കൃത്യമായിട്ട് ഗോപാലകൃഷ്ണൻ പിള്ള ഒരു ടൈം ഷെഡ്യൂൾ വെച്ചപ്പോൾ എന്തായാലും ഒരു 8:30 മണിക്ക് ശേഷവും ഒരു 10:30-ക്കുള്ളിലുമായിട്ട് ഇത് നടന്നു എന്നുള്ളൊരു ഫൈൻഡിങ്സ് മുറിവുകൾ നല്ലതാ. ഈ ഹെഡ് ഇഞ്ചുറിയാണ്, വളരെ ഡീപ്പായിട്ടുള്ള ആ കല്ലുകൊണ്ട് ഉണ്ടാകുന്ന, ഡോക്ടർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ കല്ലുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഞ്ചുറിയാണ്. ഈ ഭർത്താവിനെ എത്ര ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു? പോലീസ് കസ്റ്റഡിയിൽ ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു ഈ സംഭവത്തിന് ശേഷം ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിൽ അദ്ദേഹത്തിനെ വിളിപ്പിക്കുക, അവിടെ വൈകുന്നേരം വരെ ഇരുത്തും, തിരിച്ചുവിടും. അപ്പോൾ നിങ്ങൾ കുറ്റം സമ്മതിച്ചോളൂ, ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള നോർമൽ പ്രഷറിങ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഉറച്ചു നിൽക്കുകയാണ്. അയാൾ പറയുന്നു ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നതും. പിന്നെ ചില പള്ളിയുടെ ആൾക്കാരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പള്ളിയുടെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇയാൾ കുമ്പസരിക്കുകയും കാര്യങ്ങൾ പറയുകയും, അപ്പോൾ അവരും ഇവൻ നിരപരാധിയാണ് എന്നുള്ള അർത്ഥത്തിൽ ചില സംസാരം ചില പള്ളിയുടെ അവിടെയുള്ള പള്ളികളിൽ നിന്നും അവന് അനുകൂലമായിട്ട് പറയുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ ട്രയൽ പോകുന്നത്. 3 മാസം വരെ ഈ അന്വേഷണം ഇങ്ങനെ എഴഞ്ഞു. 3 മാസം വരെ ഇവർക്ക് ഒരു ഇതും കിട്ടുന്നില്ല. പിന്നെയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ആക്ഷൻ കമ്മിറ്റി വന്നു. പിന്നെ പോലീസിന് നിക്കക്കള്ളിയില്ലാതെ നിയമസഭയിൽ പോലും അതുപോലെ പത്രങ്ങളിലെല്ലാം നിരന്തരം ഇത് ഇഷ്യൂ ആണ്. അപ്പോൾ ഈ വാർത്ത വരുമ്പം പിന്നെ പോലീസിനില്ല. അങ്ങനെയാണ് ഇതിൻ്റെ SP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് പുറത്തുനിന്ന് ആയിരിക്കാൻ സാധ്യതയില്ല എന്നൊരു ഫൈൻഡിങ്സിലേക്ക് അവർ വരുന്നത്. അതായത് പുറത്തുനിന്ന് ആരും ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഈ സ്ത്രീനെ അവിടുന്ന് ദൂരേനെ വന്നിട്ട് ആരും ചെയ്യാനുള്ളൊരു സാധ്യതയില്ല. ഇത് ആരോ ഇവിടുന്ന് നാട്ടിലുള്ളൊരു ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷൻ അവരുടെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്തു, ഓരോ ആൾക്കാരെ ദിനംപ്രതി പോലീസിലേക്ക് വിളിക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ഒരു പ്രത്യേക ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചെയ്യാം. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിലാണ് ഈ പറയുന്ന ആളുടെ പിന്നെ ഇവനെ പറ്റിയിട്ട് വേറെയുണ്ട് 2-3 തെളിവ് വരും. അതായത് ഇവൻ ഈ പറയുന്ന നാട്ടിലെല്ലാം സംസാരം, ഇതെപ്പോൾ പ്രതിയെ കിട്ടും ഇങ്ങനെ സംസാരം പറയുമ്പോൾ ഇവൻ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവനും നാടൻ പണിയൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ പ്രതി ഇവൻ ഈ കാര്യത്തെപ്പറ്റി ഒരിക്കലും സംസാരിക്കില്ല. അപ്പോൾ അതും കാര്യം, എന്ത് സംസാരം ഉണ്ടെങ്കിൽ ഇവൻ ഈ കാര്യത്തിൽ ഇടപെടില്ല, ഈ കാര്യം കേട്ടില്ല എന്നടിക്കും. അതായത് കൂടെയുള്ള ആളെല്ലാം പറയും അവൻ എന്തൊരു ക്രൂവൽ, അവൻ എവിടെ നിന്ന് കിട്ടും, എപ്പോൾ കിട്ടും എന്ന് പറയുന്ന സമയത്ത് ഇവൻ കീപ് മം. അതും 1-2 സാക്ഷികൾ നമ്മൾ കോടതിയിൽ വിസ്തരിച്ചിരുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ പലപ്പോഴും ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ നാട്ടിൽ നടന്ന വലിയൊരു കൊലപാതകത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇവൻ ഇതിൻ്റെ മേലെ, പിന്നെ ഇതിന് ശേഷം ഇവൻ ഗ്ലൂമി ആണെന്ന് അവർ പറയുന്നുണ്ട്. അതായത് ഇവനും ചില പേടി എങ്ങനെയോ മനസ്സിലുണ്ട്, അവനും എപ്പോഴും ഒരു അനങ്ങാണ്ടിരിക്കുക, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളും ചില സാക്ഷികളിലൂടെ നമ്മൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പിന്നെ അതിൽ ഞാൻ ഒരു കാര്യം കണ്ടത്, ആ നാട്ടിൽ സാധാരണയായിട്ട് ആരെങ്കിലും മാറിക്കളിയുക, കൂറുമാറുക, അങ്ങനെയുള്ള എല്ലാവരും അതിനകത്ത് നമ്മൾ വിസ്തരിക്കാൻ ഓരോ ആളും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതായത് ആ നാട്ടിൽ വിസ്തരിക്കുന്ന നമ്മളിപ്പോൾ ഒരു 67-70 സാക്ഷികൾ ഉണ്ടായിരുന്നു ആ കേസിൽ. എനിക്ക് തോന്നുന്നത് 27 സാക്ഷികളെയാണ് നമ്മൾ വിസ്തരിച്ചത്. 27 സാക്ഷികളെ വിസ്തരിച്ചു. 27 വിസ്തരിച്ച സാക്ഷികളെയും അവിടെ നിന്ന് ആ നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി തന്നെ ഈ ആൾക്കാരെ കൊണ്ടുവരും. അതായത് പോലീസിൻ്റെ സമൻസ് കിട്ടേണ്ട താമസമേ ഉള്ളൂ, ആൾക്കാരെയായിട്ട് ഒരു കമ്പനിയായിട്ട് അവർ വരും. അപ്പോൾ അവർ എത്ര വൈകുന്നേരം, എൻ്റെ എത്ര തിരക്കുണ്ടെങ്കിലും അവർ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഇത് പഠിക്കാൻ സന്നദ്ധത റെഡിയാണ്. പിന്നെ അതിൽ ഈ ഒരു കാര്യം തന്നെ, ഈ ട്രൂത്ത് എന്ന് പറയുന്നത്, നമ്മളൊരു സത്യം എന്ന് പറയില്ല, ആ സത്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പങ്കും വളരെ വളരെ ശ്ലാഘനീയമാണ്. അവർ ഈ കേസ് കഴിഞ്ഞ് ആളെ പിടിച്ചു, അപ്പോൾ തന്നെ അവസാനിപ്പിച്ചിട്ടില്ല. ഇത് ഒരു കൺവിക്ഷനിലേക്ക് വരുന്നത് വരെ ഈ ആക്ഷൻ കമ്മിറ്റി വളരെ ആക്റ്റീവായിരുന്നു. ഈ പ്രതിയുടെ പശ്ചാത്തലം എങ്ങനെ? ഈ പ്രതി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ക്രിമിനൽ കേസിൽ ഒരിക്കലും പ്രതിയല്ല, പക്ഷെ അവനെപ്പോഴും ഇങ്ങനെയുള്ള ചില അവൻ്റെ ഒരു പെരുമാറ്റം ഒരു സ്ത്രീ വിഷയത്തിൽ അമിതമായ താല്പര്യം ഉള്ളൊരു മനുഷ്യനാണെന്ന്
ആദ്യം മുതലേ അങ്ങനെ. അതിൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ, പിന്നെ അവൻ്റെ തൊട്ട അയൽക്കാർ, ഇതെല്ലാവരും അത് അവിടെ തൊട്ടടുത്തുള്ള ഈ പ്രായമുള്ളൊരു സ്ത്രീ തന്നെ വന്ന് പറഞ്ഞിരുന്നു ഇവനെ അവരെ മകളെ ഉപദ്രവിക്കുന്ന കണ്ടു എന്നു. പിന്നെ ചില ആൾക്കാർ ഇവൻ്റെ അനുഭവം ഉണ്ട്, ഇവനെ ഉപദ്രവിച്ച ആൾ വന്നിട്ട് അവർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നോടത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനിവനെ ഓടിപ്പോന്ന കണ്ടു എൻ്റെ ബാത്റൂമിൽ. ഇങ്ങനെയുള്ള മൊഴികളെല്ലാം നമ്മൾ സമാഹരിച്ചു. ഇത് നമുക്ക് ആദ്യം എതിരുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഈ ബാഡ് ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ബാഡ് ക്യാരക്ടറല്ല, ഈ കേസിൽ ഈ കേസിലുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു തെളിവാണെന്ന് പറഞ്ഞിട്ട് സ്ഥാപിച്ചു. അതൊരു ക്യാരക്ടറിൻ്റെ മേലെയല്ല, ഈ കേസിലൊരു സാഹചര്യമാണെന്ന് പറഞ്ഞിട്ട് വാദിച്ചപ്പോൾ കോടതി അത് ആക്സെപ്റ്റ് ചെയ്തതാണ്. ഈ 3 മാസം വരെ ഈ ഭർത്താവാണ് ഈ കേസിൽ. അതെ, CD നമ്മൾ വായിക്കുന്നേരം നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ കേസിലും ഈ പ്രതി, അത് നമ്മൾ ആ CD അവരിങ്ങനെയാണ്, ഇപ്പോൾ ആദ്യം ഇങ്ങനെ 1, 2, 5 സാക്ഷികൾ വിസ്തരിച്ചു. ആ സാക്ഷികളെല്ലാവരും പറയുന്നത് ഇത് വേറെ ആയിരിക്കും ചെയ്യാനില്ല, ഇവൻ തന്നെ ആയിരിക്കും, ഭർത്താവ് തന്നെ ആയിരിക്കും, വേറെ ആരും കൂടെ വരില്ല, ആ കേസിൽ അറിയില്ല. അപ്പോൾ ഓരോ സാക്ഷിയും പറയുന്ന മൊഴികൾ അവൻ തന്നെ ആയിരിക്കും, അവനല്ലാതെ വേറെ ആരും ചെയ്യില്ല, ഇവിടെ വേറെ ആരും അവളോടൊരു വിരോധമില്ല. അങ്ങനെ ഓരോ സാക്ഷികൾ പുതിയതായിട്ടൊരു 10ഉം 50ഉം സാക്ഷികളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാം കൺക്ലൂഡ് ചെയ്യുന്നത്, ഓരോ അന്വേഷണത്തിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് ഈ പ്രതി, എന്നിട്ട് അതിൻ്റെ അകത്ത് പറയും ഈ പ്രതിയാണെന്ന് സ്ഥാപിക്കാൻ തക്കതായ തെളിവുകളില്ലാത്തത് കൊണ്ട് കൂടുതൽ തെളിവ് സമാഹരിക്കട്ടെ, അതിനുവേണ്ടി മാറ്റിവെക്കും അടുത്ത ദിവസം കേസ് ഡയറി. അപ്പോൾ അതാണ് ആ പറയുന്ന പ്രതിയിലേക്ക് പോയിട്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഈ കേസിൻ്റെ അകത്തിട്ട് ഏറ്റവും വലിയ, ഒരാളെ കൺവിക്ട് ചെയ്തു എന്ന് പറയുന്നില്ല, ഒരു നിരപരാധീനെ ഭയങ്കരമായിട്ട് എന്തോ അത്ഭുതം കൊണ്ട് സേവ് ചെയ്യാനും പറ്റും. അവൻ പിന്നെ ഇതിന് ശേഷം അവന് ജീവൻ നേരെ വീണത്, അതുവരെ അവൻ ഈ എല്ലാവരുടെയും മുന്നിൽ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവൻ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഈ കാര്യത്തിന് പിന്നെ അവനാണ് ഈ കേസിന്റെ സാക്ഷികളെ കൊണ്ടുവരുന്നതിനും എല്ലാം അയ്യോ കോടതിയിൽ വരുമല്ലോ അവൻ പറയുന്നത്, അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാർ ഈ കേസിൽ പിന്നെ ഞാൻ നിരപരാധിയായിട്ടുള്ള എന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി, എല്ലാവരും അങ്ങനെ പറഞ്ഞത്, എന്തോ ഭാഗ്യം, അവനതാ പറയും, എന്തോ ഭാഗ്യം, എൻ്റെ ദൈവം എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് അവൻ വരും ഈ കേസിൻ്റെ അകത്ത് ഒട്ടുമിക്ക ദിവസം ഉണ്ടായിരുന്നു, അവൻ സാക്ഷിയായിട്ടുണ്ടായിരുന്നു. ഈ പോയ കാര്യമൊക്കെ അവനാ തെളിവ് കൊടുത്തത്. അതായത് അവരെ ഈ രാവിലെ പോയിനും പോകുന്ന സമയത്ത് ഇവൻ പൈസ എടുത്തു കൊടുത്തു എന്നും പേഴ്സണ് കൊടുത്തു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവനാണ് ആദ്യം തെളിവ് കൊടുക്കുന്നത്. അതും അവൻ്റെ സാക്ഷിയായിട്ടുണ്ടാവും. മൊത്തം 70 സാക്ഷികളാണ്. 70-ലധികം സാക്ഷിയുണ്ട്. പക്ഷെ നമ്മൾ 27 വിറ്റ്നസിനെ വിസ്തരിച്ചു 1 മുതൽ 27 വരെ. പിന്നെ 33-36 ഡോക്യുമെന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 36 ഡോക്യുമെന്റ്സിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അനാലിസിസിന്റെ റിപ്പോർട്ട് ഒന്ന്, അതായത് ഹെയറിന്റെ സാമ്പിള്, അത് എനിക്ക് തോന്നുന്നു കണ്ണൂർ ഫോറൻസിക്കിൽ കൊടുത്തിട്ട് അവർ അത് ചെയ്തിട്ടില്ല, അവർക്കത് കോമ്പീറ്റൻ്റ് അല്ല എന്നിട്ട് നേരെ ട്രിവാൻഡ്രത്തേക്ക് മാറ്റി അയച്ചു. ഇതൊക്കെ ഒരു ശ്രദ്ധ ഇല്ലോണ്ടോ, അത് ചിലപ്പോൾ തിരിച്ചു വന്നാൽ അത് അവിടെ കിടക്കും. പക്ഷേ ഭാഗ്യത്തിന് അതെടുത്ത് വീണ്ടും തിരുവനന്തപുരത്തേക്ക് അയച്ചു. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നു. പിന്നെ രണ്ടാമത് ലൂർദ് ആശുപത്രിയിലുള്ള മുഴുവൻ കേസ് ഷീറ്റും, അത് ഒരു ദിവസമാണെങ്കിലും ആ ആശുപത്രി കാണിച്ച ഒരു മര്യാദയുണ്ട്, ഒരു മെഡിക്കൽ എത്തിക്സ്. സാധാരണ ഒരാൾ പോയാൽ ചെറിയ മരുന്ന് വെച്ചിട്ട് വിട്ടേക്കാം, പക്ഷെ അവരെന്ത് ചെയ്തു, ഒരു കേസ് ഷീറ്റ് ഉണ്ടാക്കിയിരുന്നു. അത് അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, അവരത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. അതെ, അപ്പൊ ആ ഡോക്ടർ വന്നിട്ട് അത് ഈ നമ്മൾ പറയില്ലേ ചെറുനാവ് പറയുന്ന ആ ഭാഗത്തേക്ക്, നോർമൽ കേസിൽ ഈ ബ്രഷ് ഒക്കെ ആണെങ്കിലും ഈ 2 ഡോക്ടർ എവിഡൻസിൽ വന്നു. അപ്പോൾ ഒരാൾ അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഹിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അത്രയും ഉള്ളിൽ അണ്ണാക്കെന്ന് പറയില്ല നമ്മൾ, അത്രയ്ക്ക് മുറിയുള്ളൂ, അങ്ങോട്ടാ മുറിഞ്ഞേ, അല്ലാതെ പിന്നെ അപ്പോൾ അത് പറയുന്ന ഒരു എക്സ്റ്റേണൽ, ഇപ്പോൾ സ്പൂണ് ഇങ്ങനെയാണ് വക്കീലിൻ്റെ ഡിഫൻസ്, ഒരു സ്പൂണിൽ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിഡൻറ്റിൽ ആരെങ്കിലും തട്ടിയാലോ, അല്ലെ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് എടുത്തിട്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും ആരെങ്കിലും തട്ടിയാലോ. അപ്പോൾ അത് ഡോക്ടർ അത് ഡിനൈ ചെയ്തു. പക്ഷേ റെയർ ചാൻസ് എന്ന് പറയുന്നുണ്ട് ഡോക്ടർ, ഒരു വളരെ റെയറായിട്ട് ചിലപ്പം അവിചാരിതമായിട്ട് സംഭവിക്കാം, പക്ഷേ നോർമൽ കേസിൽ നോ ചാൻസ്. അതൊരു ഡോക്ടർ എവിഡൻസ്. ഇവൻ ഈ ഹോസ്പിറ്റലിൽ ഈ പരിക്ക് എങ്ങനെ പറ്റിയെന്ന് അവിടുത്തെ ഇന്റിമേഷൻ ബുക്കിൽ പിന്നെ അവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബ്രദറിന്റെ ബ്രദറും അല്ല, ബ്രഷ് കൊണ്ട് കുത്തിപ്പോയതെന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചു. സ്റ്റിച്ച് ഉണ്ടോ ശരിക്കും? ഒരു 2 സ്റ്റിച്ച് ഇട്ട് ചെറുതായിട്ട് ഉള്ളിലുണ്ട്. അതാണ്, അതുകൊണ്ടാണ് അവർ ഈ OPയും മറ്റേ ഇത് ഓപ്പറേഷൻ പോലെ തരിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തതിന്. അല്ലെങ്കിൽ വെറുതെ മരുന്ന് വെച്ചിട്ട് വിടുമല്ലോ. അപ്പോൾ ഒരാള് ഈ പറയുന്ന കാര്യങ്ങൾ അധികം ആലോചിക്കാതെ നേരെ അപ്പം തന്നെ എന്ത് ചെയ്തു, അവനാ പോയിട്ട് കാണിച്ചത് എന്തായി, അവനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കളഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മിറാക്കിൾ എന്ന് പറയില്ലേ,
ഒരു മിറാക്കിളാ. ഈ ഓരോ പേഴ്സ് പിടിച്ചു. അവൻ പേഴ്സ് ചോദിക്കില്ല, എല്ലാവരും ചോദിച്ചു വിടുന്നു, അവൻ ചോദിക്കുന്നുണ്ട്. പുറത്തിരിക്കുന്ന ആൾ വരും, എന്താ ചോദിച്ചത്? അപ്പോൾ അങ്ങനെ ചോദിച്ചു വരുമ്പം വേറെ അല്ല. അപ്പോൾ ഇവൻ ആദ്യം ഈ സംശയത്തിൻ്റെ ഒരു റിപ്പോർട്ട് വരെ കയ്യിലുണ്ട്. അപ്പോൾ എടുക്ക്, പേഴ്സ് എടുക്ക്, അവൻ്റെ എല്ലാ ശരീരവും മൊത്തം ഫോണും പേഴ്സും എല്ലാം എടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ പേഴ്സിൻ്റെ അകത്ത് ഈ സാധനം, ഈ മഞ്ഞ കളറുള്ള ഒരു ചെറിയ ചീട്ട് കാണുന്നത്, ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നോക്കുന്നു, മുറിവുണ്ട്. അപ്പോൾ നേരെ അത് സീസ് ചെയ്തു. നേരെ ഇപ്പം തന്നെ കൊണ്ടുപോയി അവനെ അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഡോക്ടർ ഇപ്പം വന്നു എന്ന് പറഞ്ഞു, ഇവനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ തെളിവും അപ്പം തന്നെ ശേഖരിച്ചു. സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അന്നേരം തന്നെ. ഇത് ഞാൻ പറയുന്നത് സാഹചര്യ തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷേ ഈ ഒരു സാഹചര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു നീതിന്യായ വ്യവസ്ഥയിൽ അധികം സംശയമില്ലാതൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഒന്ന് ഈ പറയുന്ന ഈ 2 തെളിവുകൾ, ഒന്ന് ഈ ഫോറൻസിക് ഇവൻ്റെ ഹെയറിൻ്റെ അകത്ത്, അതായത് അന്ന് തന്നെ നമ്മൾ ഈ 19 ബോഡി കിട്ടിയ 19/10 കിട്ടി. അന്ന് തന്നെ എന്ത് ചെയ്തു, ഈ ഇൻക്വസ്റ്റിൽ വൃത്തിയായിട്ട് ഇത് അന്ന് തന്നെ എനിക്ക് തോന്നുന്നു സയന്റിഫിക് അസിസ്റ്റന്റും കൂടി വന്നിരുന്നു ഈ പരിശോധന. അപ്പോൾ ആ പരിശോധനയിൽ അവരത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി. അന്ന് പാക്ക് ചെയ്തത്, പിന്നെ രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ ഇവൻ്റെ കോമ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്തതും രണ്ടും പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതും നല്ല എവിഡൻസാണ്. അത് നിങ്ങൾ നോക്കുക. അതായത് അവൻ്റെ ആ സ്ത്രീയുടെ കയ്യിൽ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ കുറേ ശ്രമം നടത്തുന്ന സമയത്ത് അവരെ കയ്യിൽ കുറച്ച് ഊർന്ന് കിട്ടിയ ചില, അത് നോർമലി കയ്യിൽ കാണുമൊന്നുമില്ല, പക്ഷെ അത് ഈ സയന്റിഫിക് അസിസ്റ്റന്റ് വന്നതുകൊണ്ടാണ് അവർ ആ കയ്യിൽ നിന്നും ചെറിയ നേരിയ രീതിയിലുള്ള കുറച്ച് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ മുടി, ഈ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ്, ഇതിന് പുറമെ പിന്നെ ഇവൻ 127 കൺഫെഷൻ ഉണ്ടായി. പിന്നെ കൺഫെഷൻ വന്നു. കുറ്റസമ്മത മൊഴിയിൽ അവൻ കല്ലെടുത്തു കൊടുത്തു. ആ കല്ലും പരിശോധനയ്ക്ക് അയച്ചപ്പോൾ, നോർമലി കല്ല് നമ്മൾ പരിശോധനയ്ക്ക് അയക്കില്ല, ഈ കേസിൽ കല്ലും കൊണ്ടുപോയി. കല്ല് കൊണ്ടുപോയപ്പോൾ കല്ലിലും ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡ് അല്ല, അന്ന് കല്ല് കണ്ടിട്ടില്ല. അത് ഏകദേശം 2-3 ഈ മഴയുള്ള കാലമല്ല, ഒക്ടോബർ മാസമാണ് ഈ സംഭവം. നവംബർ ഡിസംബർ ആ പീരീഡിൽ, ജാനുവരിയിൽ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കല്ലും ഓക്കെ ആയി. പിന്നെയാണ് ഈ പറയുന്ന പേഴ്സും അവിടെ നിന്ന് കിട്ടും. ഈ കുറ്റസമ്മത മൊഴിയിൽ ഇവൻ എന്താ പറയുക? കുറ്റസമ്മത മൊഴിയിൽ ഇവൻ ഇത് തന്നെ അവസാനം ആദ്യം കുറേ ഉരുണ്ട് കളിച്ചിരുന്നു. എന്തെല്ലാം പറഞ്ഞിരുന്നു? അവൻ ആദ്യം പറഞ്ഞത് ഈ സംഭവമായിട്ട് ഒരു ബന്ധമില്ല. ഇവൻ്റെ മുറിവിനെ എക്സ്പ്ലെയിൻ ചെയ്തത് അവന് ബ്രദർ പല്ല് തേക്കുന്ന സമയത്ത് അശ്രദ്ധയിൽ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് തട്ടിപ്പോയതാ. അതൊക്കെ പറഞ്ഞിട്ടും പക്ഷെ അത് ഒരു തരത്തിൽ അവർ സമ്മതിക്കാതൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെ അവസാനം അവൻ ഗതികെട്ട് അവൻ എല്ലാ കാര്യവും ഇതന്നെ പറഞ്ഞു. ആദ്യം മുതൽ അവൻ അവിടെ ഇത് വരുന്ന എങ്ങനെ അവിടെ എത്തിയത് അവൻ പറഞ്ഞത്, ഇവൻ അന്ന് ആക്സിഡൻ്റലി ഇങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് ഈ സ്ത്രീനെ കാണുന്നത്. അപ്പോൾ ഇവന് മനസ്സിലായി റേഷൻ കാർഡും ഉണ്ട്, സഞ്ചിയുണ്ട്, ഇപ്പോൾ തിരിച്ചു വരുന്നറിയാം. അപ്പോൾ അവൻ റേഷൻ കാർഡ് കണ്ടുപോയി തിരിച്ചു വരുമ്പോഴേക്ക് അവൻ എന്ത് ചെയ്തു, ഇവനും അതേപോലെ ആ വഴിയിൽ തന്നെ മറ്റേ ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് 8:30 മണിക്കാണ് അവിടെ മരത്തിൻ്റെ എടുക്കുന്നത്. അവിടുന്ന് വരുമ്പോൾ വന്ന് ശേഷമാണ് ഇവർ രണ്ടുപേരും കാണുന്നത്. അപ്പോൾ ഇവർ കണ്ടതിന് ശേഷം ഇവൻ എന്ത് ചെയ്തു, പിന്നെ അവിടെ എവിടെയും പോകാണ്ട് അവൻ അവിടെ തന്നെ മറിഞ്ഞിരുന്നു. ഈ സ്ത്രീ വരുമ്പോൾ അപ്പാടനെ നേരെ പൊക്കിയെടുത്ത് വലിച്ച് കൊണ്ടുപോകും. നല്ല ആരോഗ്യം. അവരുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങനത്തെ ഒരു സംശയം ഒരു പോസിബിൾ അല്ല. ഇവനെ ഈ സ്ത്രീനെ ഈ പൊക്കിയിട്ട് അവിടെ കൊണ്ടുപോകുക വെച്ചാൽ വലിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കാലിൽ മാത്രമേ മണ്ണുള്ളൂ. അപ്പോൾ കാല് നിലത്ത് ആക്കിയിട്ട് കുറച്ച് എടുത്ത് കുറച്ച് കയറ്റുമ്പോൾ എന്തായാലും കാല് മതിലിലോ അല്ലെങ്കിൽ മറ്റേ നമ്മൾ മണ്ണിൻ്റെ കിളയിൽ വരഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ അന്നേരം ഇവനെ ഈ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് വരെ ഡ്രസ്സിലൊന്നും അവൻ ചെയ്തില്ല. പക്ഷേ ഇവിടെ ഒച്ച ഉണ്ടാക്കുന്നു തോന്നിയപ്പോൾ അപ്പം തന്നെ ഒരു കല്ലെടുത്തിട്ട്, കാട്ടുകല്ലുണ്ടാവില്ല, നമ്മൾ സാധാരണ ഇറഗുലർ ആയിട്ടുള്ളൊരു ഷേപ്പുള്ളൊരു കല്ലെടുത്തിട്ട് നേരെ എടുത്തിട്ട് തലയ്ക്ക് ഒരു കുത്തി, മുഖത്തല്ല തലയുടെ നെറ്റിയുടെ ഭാഗത്താണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 1-2 ഇഞ്ചുറീസ് ഡെവലപ്പ് ചെയ്തു. നല്ല ബ്ലഡും പുറത്തുപോയി, രക്തം. പിന്നെ ഇവൻ എന്ത് ചെയ്യുന്നു, അന്നേരവും ഇവൻ ഈ ഒച്ചയാവളം ഇല്ലാണ്ടായി എന്ന് തോന്നിയാൽ പിന്നെ എടുത്തിട്ട് കുറച്ച് അവിടെ കിടത്തിയിട്ടാണ് ഈ പറയുന്ന ഡ്രസ്സൊക്കെ വലിച്ചു കയറി. അവനെ ഇതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അല്ല, പീരീഡ്സ് ആണെന്ന് നമ്മള് ഡോക്ടറുടെ അന്നത്തെ പരിശോധന പോസ്റ്റ്മോർട്ടത്തിലും ഉണ്ട്. ഇവന്റെ മൊഴിയിലും വന്നു. ഇവനും പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് റേപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് നല്ല സ്പെസിഫിക് ആയിട്ട് ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്കത് ചെയ്യാൻ തോന്നിയിട്ടില്ല എന്ന് അവൻ അതിൽ പറയുന്നുണ്ട് കൺഫെഷനിൽ. അപ്പോൾ അതും ഇവിടെ കൂട്ടി വായിക്കാം. പോസ്റ്റ്മോർട്ടം ഗോപാലകൃഷ്ണപിള്ള കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മെൻസ്ട്രൽ പീരീഡാണ്, ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റോ സെക്കൻഡോ ഡേ ആണെന്ന് അവരും ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീനെ അവന് അത് ചെയ്യാനുള്ളൊരു എന്തോ അവൻ വിഡ്രോ ചെയ്തു. അത് അവൻ പറയുകയും ചെയ്തു. ഡോക്ടർ മെഡിക്കൽ എവിഡൻസ് സപ്പോർട്ടിങ് ആണ്. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഡോക്ടർ ഇവൻ പറയുന്നതിന് മുമ്പേ തന്നെ ഈ മെൻസ്ട്രൽ സിറ്റുവേഷൻ കാര്യങ്ങളും എല്ലാം അവരുടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്.
പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നെക്സ്റ്റ് ഡേ, അതായത് 19 തന്നെ നടത്തി. ഇവരുടെ ശരീരത്തിൽ ഈ തലക്കല്ലാതെ വേറെ എവിടെയെങ്കിലും പാടുകൾ പറയുന്നു? ഇല്ല. ബലപ്രയോഗം പിന്നെ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ പാടുകളുണ്ട്, നഖത്തിന്റെ പാടുകൾ ശരീരത്തിൽ. അല്ലാതെ സീരിയസ് ആയിട്ട് ഇഞ്ചുറി എന്ന് പറയുന്നത് ഒറ്റ ഈ പറയുന്ന ഇഞ്ചുറികളേ ഉള്ളൂ. അത് നല്ലോണം ആ കല്ലിന്റെ ഒരൊറ്റ കുത്തി തന്നെ ഇവളെ ബോധം പോയി മരിച്ചു, രക്തം വാർന്നു വരും. പിന്നെ മരിച്ചിട്ടുള്ള ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലാണ് ഇവൻ ഈ അറ്റംപ്റ്റ്. അപ്പൊ ഇവൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ അവിടുന്ന് പോകുന്നത്? അതെയോ? അല്ല, ഇവനെ മരിച്ചിരുന്ന് വിചാരിച്ചിട്ടില്ല, മരിക്കുന്നു വിചാരിച്ചിട്ടില്ല. അവന്റെ കൺഫെഷനിൽ പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവൻ വിഡ്രോ ചെയ്തു. മരിക്കുന്ന അവൻ വിചാരിച്ചില്ല. പിന്നെ അവൻ വന്ന് നോക്കിയില്ല, രാത്രിക്കുള്ളിൽ വന്ന് നോക്കിയതായിട്ടൊന്നും പറയുന്നു. പിന്നെ ഇവനും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആൾക്കാരുടെ സെർച്ചിൽ ഇവനും പങ്കെടുത്തിട്ടുണ്ട്. അതാണ് വേറെ കാര്യം. ഈ പ്രതിയും പ്രതിയും അതായത് അന്ന് ഈ നാട്ടിലെ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ഇയാളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ. ഈ റീത്തയെ അന്വേഷിച്ച് പോയ ആൾക്കാരെ കൂട്ടത്തിൽ ഇദ്ദേഹവും അതിന് ചെറിയൊരു മൂവ്മെന്റ് പോലെ ഇയാളെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതായത് ഇയാൾ വെറുതെ ഇരുന്നില്ല, അതായത് അദ്ദേഹത്തിന് ഇത് ഒളിച്ചു വെക്കാനുള്ളൊരു വ്യഗ്രത ഉണ്ടായിരുന്നു. സംശയത്തിന്റെ സംഭവം വരാതിരിക്കാൻ അതിന്റെ കൂടെ കൂടി. അതെ. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ലൂർദ് ഹോസ്പിറ്റൽ എവിഡൻസ്, മുടി, ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ട്, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കുറ്റസമ്മതം മൊഴി, പിന്നെ ഇവളുടെ വസ്ത്രങ്ങൾ, അല്ല ഇവന്റെ ഡ്രസ്സിൽ ബ്ലഡ് ഉണ്ട്. ഇവൻ അന്ന് മുണ്ടും ഷർട്ടും അത് പിന്നെ ഇവന്റെ അലമാരയിൽ നിന്ന് ഇവന്റെ വീട്ടിൽ നിന്ന് എടുത്തു. പക്ഷെ അത് അലക്കിയിട്ടുണ്ടെങ്കിലും അതിലെ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്താൻ പറ്റി. ഇവളുടെ ഡ്രസ്സും ഉണ്ട്. അപ്പൊ ഇവളുടെ ഡ്രസ്സിലുള്ള ഗ്രൂപ്പിങ്ങും എല്ലാം നടത്തിയിരുന്നു. ഇവളുടെ ഗ്രൂപ്പിംഗ് തന്നെ അവന്റെ ഡ്രസ്സിലും കണ്ടെത്തി. അപ്പൊ അതും ഒരു നല്ല സാഹചര്യത്തിൽ. അപ്പൊ എല്ലാ തരത്തിലും നോക്കിയാൽ റേഷൻ കാർഡ്, സഞ്ചിയും അരിയും എല്ലാം അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ല, പിന്നെ ഇവരുടെ അടുത്തൊരു പേഴ്സ് ഉണ്ട്, ഈ ലേഡിയുടെ ഒരു പേഴ്സ് ഉണ്ട്, അതും അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മള് യേശുവിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഉള്ളിൽ വെച്ച ഒരു പേഴ്സും അവിടുന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത്രയും കിട്ടി. അപ്പോൾ അതായത് ഈ റേഷൻ കടയിൽ പോയി തിരിച്ചു വരുന്നു എന്നും അരി വാങ്ങിച്ച ഒരു സ്ത്രീ അവിടത്തം വരെ എത്തി എന്നുള്ളതിന് കറക്റ്റായ എവിഡൻസ്. പിന്നെ ഈ പറയുന്ന പയ്യനെ അവിടെ കണ്ടു എന്നുള്ള ഒരു 5ാമത്തെ സാക്ഷി, ഇവനെ അവിടെ കണ്ടു, മരം മുറിക്കുന്നത് ഇവൻ അവിടെ ഉണ്ട്, ഈ ലൊക്കാലിറ്റിയിലുണ്ട്. മറ്റേ ഈ പറയുന്ന പ്ലേസ് തന്നെ 50 മീറ്റർ മാറിയിട്ട് ഇവനെ കാണുകയും ഇവൻ തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്തു എന്നുള്ള ഒരു തെളിവും വന്നു. ദൃക്സാക്ഷികളില്ല ഈ കേസ്. ഈ സംഭവം ആരും കണ്ടിട്ടില്ല, ഇൻസിഡന്റ് ആരും കണ്ടിട്ടില്ല. സാഹചര്യമാണ് അവനെ ശാസ്ത്രീയമായ തെളിവുകളാണ്. ഈ സാക്ഷികളിൽ ഏതെങ്കിലും സാക്ഷി ഹോസ്റ്റലാവോ അങ്ങനെ ആരുമില്ല. എല്ലാവരും അവരെ എന്താണോ അവർക്കുള്ള പാർട്ട്, അത് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണയായിട്ട് പ്രോസിക്യൂഷൻ നമ്മൾ വലിയ പെയിൻ എടുത്ത് അവരെ കൊണ്ട് ഇത് പറയണം അത് പറയണം ഒന്നുമില്ല. അവരൊക്കെ എല്ലാം അവർക്കറിയാം, അവർ റെഡിയായിരുന്നു. പിന്നെ അധികം മാനിപ്പുലേഷൻസും ഇല്ല. എല്ലാ സാക്ഷികളും ഏകദേശം യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ വന്ന് പറയുന്നത്. ഈ 27 സാക്ഷികളുടെ റേഞ്ച് ഉണ്ടല്ലോ, 70 സാക്ഷികൾ. അതെ, അതിനകത്ത് നിങ്ങൾ 27 സാക്ഷി, അതെന്താ പറഞ്ഞാൽ അതിനകത്ത് ഈ മഹസറുകൾ കുറെ വരുമ്പോൾ കുറേ സാക്ഷികൾ 2ഉം 3ഉം സാക്ഷികൾ ഉണ്ടാവും, ഓരോന്നിന് 2 സാക്ഷികൾ ഉണ്ടാവും. അപ്പോൾ മഹസറെല്ലാം നമ്മൾ കട്ട് ഷോട്ട് ചെയ്തിട്ടിപ്പം സംഭവസ്ഥല മഹസറുണ്ട്, അതുപോലെ റിക്കവറി ആയിട്ടുള്ള മഹസർ, പിന്നെ 27 റിക്കവറി, അത് പേഴ്സ് റിക്കവറി ചെയ്യുന്ന വേറെ, കല്ല് റിക്കവറി ചെയ്യുന്ന. അപ്പം അങ്ങനെ നോക്കിയ ഒരു 10 മഹസർ ഉണ്ടെങ്കിൽ അതിലെല്ലാം 20 സാക്ഷിയുടെ 10ആയിട്ട് ചുരുക്കും. പിന്നെ ഇവിടെ ഹോസ്റ്റൈൽ ആവില്ല, നമ്മൾ ഒന്നിലധികം വേണ്ടി വരില്ല. അപ്പോൾ എല്ലാത്തിനെയും 2 അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ചെയ്യുന്നത് ഒരേ പോയിന്റ് തെളിയിക്കാൻ 2 സാക്ഷികളെ മിനിമം അവർ സൂക്ഷിക്കും. കാരണം ഒരാൾ എന്തെങ്കിലും സംഭവിക്കുക, ഇല്ലെങ്കിൽ അല്ലെ ഹോസ്റ്റൈൽ അല്ലെ ഇല്ലാണ്ട് ജീവിതം അവസാനിച്ചു പോവുക. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആളില്ലാണ്ട് വരുന്നതിന് ഒരു കെയർ കൊടുക്കും. അത് അന്വേഷണത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. എല്ലാത്തിനും ഒന്നിലധികം സാക്ഷികളെ അവർ കെയർ ചെയ്യും. അപ്പോൾ ഇതിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു 60 ഉണ്ടെങ്കിൽ അതിലൊരു 1/3 നമ്മളങ്ങ് ഒഴിവാക്കി. പിന്നെ അതിലെന്താ പറഞ്ഞാൽ ഈ കുറേ എണ്ണം എന്താ ഈ നാട്ടിലുള്ള സ്ത്രീകളാണ്. അത് എനിക്ക് തോന്നുന്നു 8ഓളം സാക്ഷികളുണ്ട്, 8-9 സാക്ഷികൾ റെഡിയാണ് ഈ പറയുന്ന ഇയാളുടെ ഈ വൃത്തികേടുകൾ പറയാൻ. പക്ഷെ അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പറ്റാവുന്ന ഏറ്റവും കൂടുതൽ അലിഗേഷൻസ് പറഞ്ഞ സ്ത്രീകളെ അവർ പറയുന്നത് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതിന് കോർട്ടിന് ഞാൻ ഈ കേസിൽ അത് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഇത് കേസിൽ ഇവർ അക്കാഡമിയിൽ ഈ പോലീസ് ട്രെയിനിങ്ങിന്, സബ് ഇൻസ്പെക്ടർമാരുടെ ട്രെയിനിങ്ങിന് ഈ പറയുന്ന CD കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോയി എൻ്റെ അടുത്ത് സദാനന്ദൻ പിന്നീട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ആ കേസിൻ്റെ CD അവിടെ പഠനത്തിന് അവർ യൂസ് ചെയ്യുന്നുണ്ട്, ആ ക്വസ്റ്റ്യനിങ്ങിൻ്റെ മെത്തേഡ്സ്, ഇതിന് ഇൻവെസ്റ്റിഗേഷൻ, CD എല്ലാം കൊണ്ടുപോയിരുന്നു. എന്നാലും അത്രയും നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും അല്ല, ഇതിൽ അവർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവൻ്റെ ചെറിയ കുഞ്ഞുനാളിൽ തന്നെ ഇവൻ ചെയ്ത ഉപദ്രവങ്ങളെല്ലാം പറയുന്ന കുഞ്ഞുങ്ങൾ പോലെയുള്ള വലുതായ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പൊ അവരെയൊന്നും നമ്മൾ അവിശ്വസിക്കാൻ
അത് ഇവനെ നല്ല പരിചയമുള്ള ആള്. പിന്നെ ഇവന് ഈ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത് വരെ ഇവനെ അവർ ഇഗ്നോർ ചെയ്യുമല്ലോ. നാട്ടും പുറത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഇവനൊന്ന് കൈവച്ച ഒന്ന് തൊട്ടാലും അധികം മിണ്ടാണ്ടിരിക്കുന്ന നാട്ടും പുറത്തല്ലേ. ഇതുപോലെ നമ്മൾ ഭയങ്കര വിജിലായിട്ട് പോലീസിന് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഏരിയ അല്ല അത്. അല്ല ഒരു പാവം ഒരു ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായാൽ അവരെ ഇഗ്നോർ ചെയ്യും. ഇവൻ കണ്ടു, ഇവൻ ഓടുന്ന കണ്ടാലും ഇവനോട് പിന്നെ ചോദിക്കും, നീ എനിക്ക് എന്താടാ കാണേണ്ടത്, ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ വർത്താനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലെ വിക്രസ എന്ന് പറയുന്നുണ്ട്. അതെ. അപ്പൊ ആ ഒരു ജന്മന അവന് ഉള്ള ഈ വൃത്തികേടിന്റെ ഭാഗമായിട്ടാണ് ഇവൻ ഈ സ്ത്രീനെ കണ്ടു. പിന്നെ അവളെ അരിയും വാങ്ങിച്ചു. പിന്നെ നല്ല കാണാൻ ഫെയർ ആയിട്ടുള്ള ലേഡിയാണ്, ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേഡി. അതെ, നാട്ടിൽ എല്ലാവർക്കും അതെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ എല്ലാവരുമായിട്ട് വളരെ സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അങ്ങനെ ഒരു കാണാനും ഭംഗിയുണ്ട്. അപ്പൊ ഇവനാ ഒരു അപ്പൊ തന്നെ അത് ഈ ഒരു ഉദ്ദേശം അവന്റെ മനസ്സിലേക്ക് വരും. നിങ്ങളെ ചീഫ് ഈ നിക്കോളാസ് ജോസഫും ചെറിയ ആളൊന്നുമല്ല, അതെ. എന്റെ സുഹൃത്താണ്. ഞങ്ങളൊരു ട്രെയിൻ യാത്രയിൽ ഈ കേസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം തുളസിബായി മേഡത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ മേഡത്തിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു കേസ് വാദിച്ചിരുന്നു. അതിൽ കുറച്ച് കഥകൾ എന്നോട് പറഞ്ഞു, ഞാൻ മറന്നു. ഒരു ദിവസം അല്ല, അദ്ദേഹത്തിന് അത് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എതിരായിട്ടുള്ള ഒരു ലീഗലായിട്ടുള്ള ചില ഇഷ്യൂസ് അവൻ ഏറ്റവും കൂടുതൽ അവൻ ചാലഞ്ച് ചെയ്യുന്നത് ഈ റിക്കവറി ഓഫ് ഹെയർ. അത് ഇപ്പോഴും അവരുടെ വാദം ഈ ഹൈക്കോർട്ടിലും അതേ വാദമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈക്കോർട്ടിൽ ഇത് എത്തിയപ്പോൾ 2017 ഇത് ഹൈക്കോർട്ടിൽ ഏകദേശം ഒരു 5 ശരിവച്ചു. മാത്രമല്ല സുപ്രീം കോർട്ടിൽ സ്പെഷ്യലി പെറ്റീഷൻ ദാറ്റ് ഓൾസോ ഡിസ്മിസ്ഡ്. അത് കൺഫേം ചെയ്തു. അതായത് ഈ ശിക്ഷ, തുളസിബായിയുടെ ശിക്ഷ ഹൈക്കോടതി കൺഫേം ചെയ്തു. അതായത് ഷഫീഖും സോമരാജുള്ള ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു, അവർ സ്ഥിരപ്പെടുത്തി. പിന്നെ സുപ്രീം കോർട്ടിൽ ഇവർ കൊടുത്തു. ഇതിന് മേലെ അപ്പീൽ ഫയൽ എടുത്തില്ല, അവർ ഡിസ്മിസ് ചെയ്തു. അതിനകത്ത് അതെ, ആ സാഹചര്യ തെളിവിന് അത് ആ സുപ്രീം കോർട്ടിൽ എന്ന് പറഞ്ഞാൽ അവരത് പരിശോധിച്ചിട്ട് ഇത് ഈ നോ ഇല്ലീഗാലിറ്റി, നോ എറർ കമ്മിറ്റഡ് ബൈ ദ സെഷൻസ് കോർട്ട് ഓർ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞിട്ട് അവർ ക്ലോസ് ചെയ്തു. സത്യത്തിൽ എത്ര കാലം നീണ്ടു വിചാരം? ഇതിപ്പോ 2000 അല്ല, അവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സെഷൻസിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചു. 2 മാസം കൊണ്ട് പൂർത്തീകരിച്ചു. അതും അങ്ങനെ. അതായത് ഒന്ന്, പിന്നെ എന്റെ ടേം എനിക്ക് ഏത് സമയത്തും ഞാൻ റെസിഗ്നേഷൻ ഒറ്റ ജഡ്ജാ കേട്ടത്. ഒരു പ്രോസിക്യൂട്ടർ ഒറ്റ ജഡ്ജ്. അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നോർമൽ കേസിൽ കിട്ടൂല സാക്ഷികൾ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ സമൻസ് പോകുമ്പോ അവര് റെഡിയാ, ഒരു ജനകീയ കമ്മിറ്റി കൊണ്ടുവരും ആളാ. അതിന്റെ ചോദിക്കും, വക്കീലെ ഈ 3 സാക്ഷികളെയും സമൻസ് ഇവരാണ് നല്ലത്, ഇവര് നന്നായിട്ട് പറയും, അവര് മിടിക്കുക, അല്ല അവർ നന്നായിട്ട് പറയും. സാക്ഷികളിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു? അതില് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7ഓളം സ്ത്രീകൾ. 27 പേരിൽ 7ഓളം ഔദ്യോഗിക സാക്ഷികൾക്ക് പുറമെ 7ഓളം നാട്ടുകാരെ സാക്ഷികളെ വിസ്തരിച്ചു. അവരെല്ലാരും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഈ ചീഫ് ഓക്കെ, നിങ്ങളുടെ ക്രോസ്, ഈ നിക്കോളാസിന്റെ ക്രോസിൽ നമ്മുടെ സാക്ഷികൾ അല്ല, നമ്മൾ അതിൽ ആകെ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ സാക്ഷികളും എടുത്താൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല ഈ കേസ്. ഈ കേസിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നിയമ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പ്രോസിക്യൂഷന് ഈ ഒരു ഡിഫൻസ് ലോയറുടെ എന്ത് ക്വസ്റ്റ്യൻസ് വരും എന്ന് പറയാൻ വളരെ എളുപ്പം. നമുക്ക് കുറച്ചൊരു ലീഗലായിട്ട് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതിൽ അവർ വരുമ്പം അവർ ചാലഞ്ച് ചെയ്യുന്നത് ഈ പറയുന്ന 5 സർക്കംസ്റ്റാൻസസാണ്. ഈ 5 സർക്കംസ്റ്റാൻസസിനെ ഇല്ലാതാക്കാനാണ് അവർ ആദ്യം ശ്രമിക്കുക. ഒന്ന് നമ്മൾ ഈ പറയുന്ന ലൂർദ് ഹോസ്പിറ്റല്, പിന്നെ ഇവന്റെ മുടി, പിന്നെ ഇവന്റെ നമ്മളെ എന്താ കല്ല്, പിന്നെ ഇവന്റെ പേഴ്സ് റിക്കവറി, പിന്നെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം, പിന്നെ ഈ ഇവരത് നാട്ടുകാർ പറഞ്ഞ സ്വഭാവം. ഈ പറയുന്ന കാര്യങ്ങളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, അവർ ഹെയറിനെ ചാലഞ്ച് ചെയ്യും. ഹെയറിന്റെ മേലെ ചാലഞ്ച് ചെയ്യുന്ന 2 വിറ്റ്നസ്സാണ്. ആ 2 വിറ്റ്നസ്, ഇൻഡിപെൻഡന്റ് വിറ്റ്നസ്, അവർ പറയുന്നു ഇത് കൃത്യമായിട്ട് സാറ് കോംബ് ചെയ്തെടുത്ത് അവൻ സ്വമേധയാ ബലം പ്രയോഗിക്കാതെ അവൻ സമ്മതിച്ചിട്ടാണ് എടുത്തത്. അതായത് അവനെ കോംബ് ചെയ്ത് അങ്ങനെ മുടി കിട്ടും. കിട്ടും. ഇപ്പൊ നമ്മളൊരു ചീർപ്പെടുത്ത് ചെയ്യുന്നതിയാല് നമ്മൾ ഈ മൈക്രോസ്കോപ്പിക്ക് വെച്ചാൽ ഒരു 5-6 മുടികൾ ഉറപ്പായിട്ട് അതിലുണ്ടാവും. അപ്പൊ അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിലേക്ക് മുടി ഇങ്ങനെ ചീന്തിയിട്ട് അപ്പൊ ആ സാധനത്തിലേക്ക് ആക്കിയിട്ട് അത് വെച്ചിട്ട് നേരെ എടുത്തിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അതിലാണ് അവർ ചാലഞ്ച് ചെയ്യുന്നത്. അത് ചെയ്യേണ്ടിയിരുന്നത് ഇവനെ കോടതിയിൽ പെർമിഷൻ എടുത്തിട്ട് എക്സ്പേർട്ട്, അതായത് അന്ന് ഈ 57 എന്നെല്ലാം പറയുന്ന ഒരു പ്രതിയുടെ എത്രത്തോളം പ്രതിയുടെ തെളിവ്, അവന്റെ എതിരായിട്ടുള്ള തെളിവ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അവനെ സ്വന്തമായിട്ട് അവനെതിരെ തെളിവുണ്ടാക്കാൻ ഉപയോഗിക്കരുത്. അതായത് ഞാനാണ് പ്രതിയെങ്കിൽ എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, എന്നെ സാക്ഷിയാക്കാൻ. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ അവരുള്ളത് കൊണ്ട് അപ്പോൾ അതിലും ചാലഞ്ച് ചെയ്തു. അപ്പോൾ അതും കോടതി പറയുന്നുണ്ട്, ഇതിലും ഹൈക്കോർട്ടിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ കോംബ് ചെയ്തത് ശരിയല്ല, അത് അവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെതിരാണ്. അപ്പോൾ കോടതി അത് പറഞ്ഞു, അത് ആ കാര്യത്തിന് തെളിവ് ശേഖരിക്കുന്നതിന് 57, 54 എന്ന് പറഞ്ഞാൽ പഴയ CRPCയിൽ
ഉള്ള പ്രൊവിഷൻസ് വെച്ചാണ് ചെയ്യുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ എവിഡൻസ്, പിന്നെ ഫിംഗർ പ്രിന്റ്, ഇതൊക്കെ വേണമെങ്കിൽ വിത്ത് പെർമിഷൻ എടുക്കണം എന്നായിരുന്നു. പക്ഷെ പെർമിഷൻ ഇല്ല. പക്ഷെ അത് കോർട്ട് എന്ത് ചെയ്തു, അത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അത് ആ പെർമിഷൻ ഇല്ലെങ്കിലും അതൊരു ഇല്ലീഗാലിറ്റി ഇല്ല, കാരണം 2 ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ഗെറ്റ് ഓവർ ചെയ്യുന്നത്. രണ്ടാമത് വരുന്ന ഈ പിന്നെ പേഴ്സിന്റെ റിക്കവറി എന്ന് പറഞ്ഞാൽ അവർ ചാലഞ്ച് ചെയ്യുന്നത്, ആദ്യം ഇവന്റെ ഈ കോംബ് ചെയ്ത് എടുക്കുന്ന ദിവസം, പിന്നെ ഈ ഇവന്റെ പിന്നെ ലൂർദ് ആശുപത്രിയിലുള്ള പേപ്പറുകൾ സീസ് ചെയ്യുന്ന സമയം ഈ പറയുന്ന കാര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അവർ പറയുന്നത് അന്ന് ഇവൻ കൺഫസ് ചെയ്തിട്ട്, അപ്പം നമ്മൾക്കും കേസില്ല, അന്ന് കൺഫസ് അത് നമ്മൾ റിക്കവർ ചെയ്യാം, അവൻ്റെ പേഴ്സ് പരിശോധിച്ച് റിക്കവർ ചെയ്യാം. അപ്പോൾ അന്ന് പേഴ്സ് ഇവനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. പിന്നെ കല്ലെടുക്കുന്ന ദിവസവും ഈ പേഴ്സിനെ പറ്റി പറഞ്ഞില്ല. അപ്പോൾ അത് പറയുന്നത് ഈ പേഴ്സ് കൃത്രിമമായിട്ട് പിന്നെ ഇവനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട്, അതായത് വെച്ചാൽ അത് 3 ദിവസത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. കല്ലെടുത്തതും പേഴ്സ് എടുത്തതും രണ്ട് കൺഫെഷനില്ല. അപ്പോൾ രണ്ടാമത്തെ കൺഫെഷൻ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയതാണെന്നൊരു വാദം ഉണ്ടായിരുന്നു. പക്ഷെ ആ വാദം നിലനിൽക്കുന്ന വാദമാണ്. പക്ഷെ അതിനെ ഭാഗ്യവശാൽ അത് അവനെ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ കോർട്ടിൽ നിന്ന് ഫർദർ ക്വസ്റ്റ്യനിങ്, ആദ്യം നേരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. കോർട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് എടുത്തപ്പോഴാണ് കുറച്ചും കൂടി ലീഗലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത്. അപ്പോൾ അതിനെന്തിനാ വിശ്വസിക്കണം, അവനെ പിന്നെയും തുറന്നു പറയാം. അതായത് അന്ന് പറയാത്ത കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് പേഴ്സ് കിട്ടുന്നത്. അതിനെ കൗണ്ടർ ചെയ്തു. അപ്പോൾ അതിൽ എന്തിനാ വിശ്വസിക്കണം? അപ്പോൾ അവനെ എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തു. പിന്നെ അവനാണെങ്കിൽ അവനെ ഫോഴ്സ് ചെയ്തു, അവനെ അടിച്ചു എന്നോ തല്ലിയെന്നോ ഒരു പരാതിയും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം വളണ്ടറി ആയിട്ട് പറഞ്ഞതാ. അങ്ങനെയാണത് പറഞ്ഞത്. ഈ ക്രോസിൽ എപ്പോഴും ഈ പറയുന്ന ഒന്ന് പേഴ്സിൻ്റെത്, കല്ലിൻ്റെത്, അതിനെല്ലാം. പക്ഷെ വിറ്റ്നസിൻ്റെ കാര്യത്തിൽ എന്ത് ക്രോസ് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ടുള്ള വിറ്റ്നസ് ആയിരുന്നു, പെർഫെക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ. പിന്നെ നാച്ചുറലാണ് നമ്മൾ എവിഡൻസ് കൊണ്ടുപോയത് തന്നെ. ഓരോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഗതിയും നമ്മൾ പറയില്ല. ചീഫ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയുന്നത് പറഞ്ഞാൽ അതിലൊരു പ്രത്യേക തരത്തിൽ. ആ ചീഫ് മുതൽ ഞാൻ എൻ്റെ സ്റ്റൈല് തന്നെ കുറച്ച് മാറ്റി. കാരണം അവിടെ എനിക്ക് അവരിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, പുതിയ കാര്യം പഠിച്ചു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ കൂട്ടുകയറിയിട്ട് റീത്ത കൊല്ലപ്പെട്ട കാര്യം അറിയുമോ? അറിയാം. റീത്തയെ നിങ്ങൾക്ക് അറിയുമോ? അറിയും. പിന്നെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്ക് ഇത് സംബന്ധിച്ച് വല്ല കാര്യവും കോടതി മുമ്പാകെ പറയാനുണ്ടോ? ഉണ്ട് സർ. പിന്നെ അവർ പറയും ഞാൻ മിണ്ടൂല. ദാറ്റ് ഈസ് ദ മെത്തേഡ്. ഇല്ല. അപ്പോൾ അവരെടുത്ത് അവർ പറയും സാർ, ഞാൻ ഇത്രാം തീയതി ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ ഒരാളിങ്ങനെ വന്ന് തിരിച്ചു പോകുന്ന കണ്ടു എന്ന് അവൻ തന്നെ അങ്ങ് പറയും. അതായത് ഈ ലീഡിങ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള വാദം ഒഴിവാക്കാൻ ഉള്ള ഒരു അതായത് അവർ വളരെ കാര്യമായിട്ട് അറിയാം. അവർക്ക് ഒരു വെറൈറ്റി കേസാണ് ഇത് പറഞ്ഞാലും അല്ലേ? അതെ. ഇപ്പം നിങ്ങൾ ഈ ചീഫ് കഴിഞ്ഞു, എല്ലാവരും ചീഫ് ഇതേ സ്റ്റൈലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഓരോ ആളെടുക്കുമ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഈ പരിശോധിക്കാൻ, അവരും പരിശോധിക്കപ്പെടാൻ വിളിച്ച ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് വല്ലെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട് സർ, ഇവനെ പഠിച്ചിട്ട് ഇവൻ്റെ മുടി ചീകിയെടുക്കാൻ നമ്മൾ കണ്ടു. ആ സാക്ഷി അങ്ങ് പറയാൻ തുടങ്ങും. അപ്പോൾ അത് എന്നിട്ട് പാക്ക് ചെയ്തു, സാർ അതിന് മേലെ ഒപ്പ് വെച്ചു, ഞങ്ങൾ ഒപ്പ് വാങ്ങിച്ചു. ഒറ്റ സാക്ഷി പോലും ഹോസ്റ്റലിലായില്ല. ഇല്ല. ഈ നിങ്ങളുടെ ചീഫ് കഴിഞ്ഞു, ക്രോസ് മണിക്കൂറുകളോളം ക്രോസ് ചെയ്തിരുന്നു. അതായത് ഒരുപാട് സമയം ക്രോസ് ചെയ്തിരുന്നു. പിന്നെ തുളസിബായി മാഡം ആണെങ്കിൽ ഒരു ഇന്റർഫിയറും ചെയ്യാതൊരു ജഡ്ജാണ്. അവർ വളരെ സമാധാനത്തിൽ എത്ര സമയം വേണമെങ്കിലും ക്രോസ് ചെയ്യുന്നതിന് ഒരു തടസ്സവും പറഞ്ഞിട്ട് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. മണിക്കൂറുകളോളം ക്രോസ് ചെയ്തു. പ്രതിഭാഗത്തിന്റെ എല്ലാ റൈറ്റും സംരക്ഷിച്ചു. പിന്നെ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാനൊരു അന്ന് പ്രോസിക്യൂട്ടർ ആണെങ്കിലും നന്നായിട്ട് അതിൽ നിക്കോളസ് കേസ് നടത്തിയതാണ്. അപ്പോൾ അതൊരു 50-50 പോലെ എത്തിക്കാനുള്ള ഈ പറയുന്ന സാഹചര്യങ്ങൾ. പക്ഷെ എന്നാലും നമ്മളൊരു പടി പ്രോസിക്യൂഷൻ മുന്നിലായിരുന്നു. പെനാൽറ്റിയിലാണ് രക്ഷപ്പെട്ടത്. പെനാൽറ്റി പോലെയാണ്. അതെ. അല്ലെ, പക്ഷെ എന്നാലും അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2-3 എവിഡൻസ് ഉണ്ടല്ലോ, അവൻ്റെ മുറിവും പിന്നെ അവൻ്റെ മുടിയും, അത് കോടതി ഒരിക്കലും അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഈ 2 കാര്യങ്ങൾ എത്ര ആർഗ്യൂ ചെയ്യുമ്പോൾ ജഡ്ജ് തന്നെ ആർഗ്യുമെന്റ്സിൽ ചോദിക്കും, ഈ എങ്ങനെയാ മുടി, എങ്ങനെയാ ആദ്യത്തെ ഇൻക്വസ്റ്റിൽ എന്താ മാനിപ്പുലേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ രണ്ടാമത് എടുക്കുന്ന നേരം അത് ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് ഉണ്ടല്ലോ. ഈ 2 കാര്യത്തിന് മേലെ എവിഡൻസിനെ കോടതി വളരെ കൃത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അതിനൊരു ട്രൂത്ത് ഉണ്ട് എന്ന് കോടതി കണ്ടു. വിചാരണ പൂർത്തിയായതിനു ശേഷമുള്ള ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യൽ അന്നേരവും വളരെ വിശദമായി റിട്ടേൺ ആയിട്ടുള്ള നോട്ട്സ് കൊടുക്കും. സാധാരണ 313 സ്റ്റേറ്റ്മെന്റ് ജഡ്ജി ചോദിച്ചിട്ട് എല്ലാത്തിനും അവൻ ആൻസർ ചെയ്തു. അവൻ ഓരോന്നിലും ഈ പേഴ്സിന്റെ പറ്റിയിട്ടും ഇവൻ ഈ ലൂർദ് ഹോസ്പിറ്റലിലുള്ള ഇഷ്യൂ സംബന്ധിച്ചിട്ടും ഓരോന്നും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി തയ്യാറാക്കിയ മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും വക്കീൽ എഴുതിയിട്ട് കൊടുത്തിട്ട് തന്നെ അവൻ അത് കൊണ്ടുപോയി പറഞ്ഞിട്ടുണ്ട്. അതായത് അവന് പറയാൻ എന്തെങ്കിലും പറ്റാണ്ടാവുന്നുണ്ടെങ്കിൽ
ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ ജഡ്ജി ചോദിക്കുന്ന ചോദ്യത്തിന് പുറമെ എഴുതി തയ്യാറാക്കി മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങളെ വിചാരണയുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ട് എല്ലാത്തിനും ആൻസർ അവന് ആൻസർ ഉണ്ട്. അവനെല്ലാം ഡിനൈ ചെയ്തു. അതായത് ഓരോ കാര്യം നിഷേധിച്ചു. ഒന്നിനു പുറകെ ഒന്നായിട്ട് നിഷേധിക്കും. പിന്നെ രണ്ടാമത് ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്, ഇങ്ങനെ ഒരു സാധ്യം ഇല്ല, എൻ്റെ ഒരു മാസ്റ്ററില്ല, എൻ്റെ മുടി എടുത്തിട്ടില്ല, ഇത് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വാദിച്ചവർ അവരുടെ മുടി ആദ്യം ഇവർ ശേഖരിച്ച് വെച്ചതാണ് സ്റ്റേഷനിൽ, അതാണ് എൻ്റെ മുടി എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും അത്ര ആദ്യം എടുത്തു വെക്കുക, എന്നിട്ട് അതെ അവരെ കയ്യിൽ നിന്ന് കിട്ടിയ മുടിയല്ല നിങ്ങൾ അയച്ചത്, പക്ഷെ അതൊക്കെ അന്നേ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് പോയത്. അതെല്ലാം അങ്ങനെ തന്നെ കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെയൊക്കെ വാദത്തിനും ഈ വിചാരണ കഴിഞ്ഞു, വാദം കഴിഞ്ഞു, പ്രതിയെ കോടതി ചോദ്യം ചെയ്തു അല്ലെ? അതിനുശേഷം നിങ്ങൾ ഒരു പ്രതിവാദം ഉണ്ട്. അതിനകത്ത് പ്രോസിക്യൂഷൻ ഞാൻ എൻ്റെ ഓർമ്മ ഞാൻ അതില് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ചെയ്തു. ഞാൻ നമ്പർ 1, നമ്പർ 2, നമ്പർ 4, നമ്പർ 5 അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 10-15 പോയിന്റ്സിൽ ഞാൻ എൻ്റെ ഒരു രീതി, നമ്മളിപ്പോൾ ഒരു മണിക്കൂറുകളോളം നമുക്ക് ആർഗ്യാം. പക്ഷെ നേരെ നമ്മൾ ഈ ആദ്യം പ്രോസിക്യൂഷൻ്റെ കേസ് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് അല്ലോ നമ്മളൊരു ഫസ്റ്റ് ഈ സർക്കംസ്റ്റാൻസ് സാഹചര്യ തെളിവിൻ്റെ കേസിൽ നമ്മൾ ഡ്യൂട്ടി എന്താ വെച്ചാൽ ആ ലിങ്ക് പൊട്ടാതെ അതായത് ഓരോ സാഹചര്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു കണ്ണി എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിക്ക് അനുകൂലം. അപ്പൊ കണ്ണികൾ ഒന്ന് നമ്മൾ ഈ മർഡർ നടന്നു എന്നുള്ളത് പ്രൂഫ്, അതിനുള്ള പോസ്റ്റ്മോർട്ടം, അതിൽ ഇൻക്വസ്റ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഈ പ്രതിയിലേക്ക് എത്തുന്നതിന് ഉള്ള ആ സാഹചര്യങ്ങൾ ഓരോന്നായിട്ടും 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ 6 സാഹചര്യം കൊണ്ട് ഈ പ്രതി ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അല്ല, നിങ്ങൾ കൊടുക്കേണ്ട പണിഷ്മെന്റിനെ കുറിച്ച് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ബച്ചൻ സിംഗിന്റെ ഒക്കെ കേസ് ഇപ്പം നമ്മളിപ്പോൾ ഒരു മീഡിയയുടെ ഒരു വലിയ താല്പര്യത്തിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം ഉണ്ടല്ലോ. കാരണം പക്ഷെ ഇതിലെന്താന്ന് പറഞ്ഞാൽ അതായത് ഒരു ഇതിൽ നമ്മളെ റെയറസ്റ്റ് ഓഫ് റെയർ കേസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ശരിക്കും ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെർവ്യൂവിൽ ഇത് നിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ലൈഫ് ഇംപ്രിസൺമെന്റേ പറഞ്ഞു. പ്രതിഭാഗം പറഞ്ഞത് ഈ 4 ലിങ്ക് ഈ പ്രതിയായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്കുകളില്ല. അതായത് അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് മുടിയുടെ കാര്യം. പിന്നെ ഈ ലൂർദ് ആശുപത്രിയിലുള്ളത് ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, അത് ആക്സിഡന്റലി വേറൊരു സംഭവത്തിന് ഇതിലേക്ക് നിരപരാധി പൂർണ്ണമായിട്ടും. എന്നിട്ട് പണിഷ്മെന്റ് എന്താണ്? പണിഷ്മെന്റ് പറഞ്ഞാൽ ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തു. പിന്നെ അറ്റംപ്റ്റ് റേപ്പിന് 4 years കൊടുത്തു. അത് അന്നെന്താ വെച്ചാൽ ഈ റേപ്പിന് ഒരു 10 years വരെയാണ് ഉള്ളത് റേപ്പൊക്കെ. ഇപ്പാണ് പിന്നെ പണിഷ്മെന്റ് 376 511 വിത്ത് 376 റെഡ് വിത്ത്. അപ്പൊ അതിലെന്ത് ചെയ്യുന്നു 4 years കൊടുത്തു. പിന്നെ ഞാൻ അതാ പറഞ്ഞു, ആ സ്ത്രീ എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുന്ന ഒരു ലേഡിയാണ് നമ്മുടെ ജഡ്ജ്. ഒരു അമിതമായിട്ട് ഒന്നിനുമില്ല, എല്ലാത്തിനും വളരെ ഒരു കർക്കശമായിട്ടുള്ളൊരു ചട്ടക്കൂടിന് ഒതുങ്ങി നിൽക്കുന്ന ആളാണ്. ഇത് കൂടാതെ ഈ 302 എന്താ കൊടുത്തു? 302 ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തു. പിന്നെ ഞാൻ ഇപ്പം ആലോചിക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു കേസ് കോടതി ചെയ്യാതെ ശരിക്കും 10,000 ഫൈനൊക്കെ വിളിച്ചത്. അതൊക്കെ വളരെ കുറവാ ആ കാലത്ത്. 10,000 ഫൈന് വിളിച്ചിട്ട് അത് അടച്ചിട്ടില്ലെങ്കിൽ 1 more month, ഒരു മാസം. ശിക്ഷയെ കുറിച്ച് ഈ ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രതി ഞാൻ അന്നേരവും പ്രതി പറഞ്ഞത് ഞാൻ നിരപരാധിയാണെന്ന്. അപ്പോൾ കോടതി പറഞ്ഞു അതേ ഓൾറെഡി ഞാൻ ഫൈൻഡിങ് ചെയ്തു കഴിഞ്ഞു, അപ്പോൾ ലഘുവായ ശിക്ഷ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി പറഞ്ഞു. പക്ഷെ അതും കോടതി എന്ത് ചെയ്തു, അവനെ കേട്ടു. അവൻ പറയുന്നത് വക്കീൽ ആർഗ്യ ചെയ്തു, അവൻ ഞങ്ങളടുത്ത് ആർഗ്യ ചെയ്തു. അതൊക്കെ അവനുണ്ട്, അവന് കുടുംബമൊക്കെ ഉണ്ട്. ശിക്ഷ പറഞ്ഞ അവന് എനിക്കൊന്നൊരു നിർവികാരതയിലായിരുന്നു അവനുണ്ടായിരുന്നു, എന്റെ ഫീൽ ചെയ്യുന്നത്. അവൻ അത് ഏകദേശം എനിക്ക് തോന്നുന്നു അത് ഒരു മുന്നിൽ എപ്പോഴും കണ്ടുകൊണ്ടേ ഇരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശിക്ഷ. ഹൈക്കോടതി അത് വീണ്ടും സ്ഥിരപ്പെടുത്തി. ജഡ്ജ്മെന്റില് തുളസിബായി എന്തെങ്കിലും പ്രത്യേകം പറഞ്ഞു? അല്ല, തുളസിബായി ഇതിലൊരു പിന്നെ സംശയാതീതമായിട്ട് പ്രോസിക്യൂഷൻ ഓരോ ലിങ്കും പ്രൂവ് ചെയ്തു എന്ന് അവര് ജഡ്ജ്മെന്റ് കൃത്യമായി പോലീസിനെയും അതായത് ഈ കേസിലെ പ്രോസിക്യൂഷന്റെ വിറ്റ്നസിനെയും പ്രോസിക്യൂഷനെയും അവര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ ഒന്ന് ആലോചിക്കണം, ഒരു പാവം ഭർത്താവ് വളരെ കൂളായിട്ട് അകത്തേക്ക് പോകാവുന്ന ഒരു കേസായിരുന്നു ഇത്. നമ്മുടെ കേരള പോലീസ്, പ്രത്യേകിച്ച് PP സദാനന്ദനെ പോലുള്ള പോലീസ് ഓഫീസർ, അദ്ദേഹം SP ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഏകദേശം 1000-ലധികം മോഷ്ടാക്കളുടെ കുറ്റാന്വേഷണത്തിലും ലോ ആൻഡ് ഓർഡറിലും ഒരുപോലെ തിളങ്ങിയ ഒരു ഓഫീസറാണ്, എഴുത്തുകാരനാണ്, പ്രാസംഗികനാണ്.
അന്നിങ്ങനെയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും കൊള്ളാവുന്ന ഒരു പ്രോസിക്യൂട്ടറും അങ്ങ് ചേർന്നപ്പോൾ ആ കേസ് കൃത്യമായിട്ട് പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ ഒരു പാവം ഭർത്താവ്, അങ്ങനെ നിരപരാധികൾ കുടുങ്ങിയ ഒത്തിരി കേസുകൾ നമുക്കറിയാം. ഇത് കൃത്യമായിട്ട് പ്രതി തന്നെ ശിക്ഷിക്കപ്പെട്ടു. ഇതാണ് സത്യം കടന്നു വരുന്ന വഴി ഒരു തുണ്ട് കടലാസിൻ്റെ രൂപത്തിലാണ്. തളിപ്പറമ്പിലെ ലൂർദ് ഹോസ്പിറ്റലിലെ ഒരു കൊച്ചു ചീട്ടിൻ്റെ രൂപത്തിൽ കടന്നു വന്ന് അവനത് കുരുക്ക് കറക്റ്റ് മുറുകാനുള്ള സാഹചര്യം ഒരുങ്ങി. അദ്ദേഹം പറഞ്ഞ പോലെ തെളിവുകൾ കൃത്യമായി കോർത്തിണക്കി വന്നപ്പോൾ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ കോടതി ജീവപര്യന്തം കൊടുത്തു. ഇത് ഒരു പാഠമായിരിക്കണം നമുക്കെല്ലാം പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇതൊരു വെറൈറ്റി കേസുമാണ്. ഇപ്പം വിനോദ് കുമാർ ചാംബ്ലോൻ പറഞ്ഞല്ലോ, ഇത് അക്കാഡമിയിൽ പഠിക്കാൻ കൊണ്ടുപോയതാണെന്ന്. നാട്ടിലെ മുഴുവൻ ആളുകളും പറയുന്നു ഭർത്താവ് തന്നെയാണ് കൊന്നതെന്ന്. ഒടുവിൽ ആ നാട്ടിൽ നിന്ന് തന്നെ പ്രതിയെ പിടിക്കുന്നു. എന്തായാലും പ്രേക്ഷകർ ഈ ചാർജ് ഷീറ്റ് വിശദമായി കേൾക്കുക. നിയമരംഗത്ത് പുതിയൊരു ബോധമുണ്ടാകട്ടെ, അറിയട്ടെ കൂടുതൽ കാര്യങ്ങൾ. പ്രേക്ഷകർക്കും ഒപ്പം വിനോദ് കുമാർ ചാംബ്ലോൻ നന്ദി, നന്ദി, നമസ്കാരം.